ഹലോ എവരിബഡി, വെൽക്കം ടു വട്ടമേശ പോഡ്കാസ്റ്റ് ഇൻ ടു ദ ഡെപ്ത്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് അൻവർ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സാഹിദ് ആണ്. ഹായ് സാഹിദ്, വെൽക്കം. താങ്ക് യു. നമ്മളിപ്പോ ഒരുപാട് കാണുന്നൊരു പ്രശ്നമാണ് ഈ കുട്ടികൾ ഓരോ ക്രൈംസിൽ ഇൻവോൾവ് ആവുന്നത്. കാരണം നമ്മളിപ്പോ അവരെ ശ്രദ്ധിക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മുടെ ഒരു നല്ലൊരു ജനറേഷൻ മുന്നോട്ട് ഉണ്ടാക്കി എടുക്കണമെങ്കിൽ അവരെയാണ് ആദ്യം നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങേണ്ട ആൾക്കാർ. അപ്പൊ നമ്മളിപ്പോ പൊതുവായിട്ട് കാണുന്നതാണ് ഇപ്പോ എന്തെങ്കിലും ഒരു ക്രൈംസ് ഉണ്ടാവുന്ന സമയത്ത് അതില് കുറ്റവാളികളുടെ ആ ഒരു പൊസിഷനിൽ കുട്ടികളെ കാണുന്നത്, എസ്പെഷ്യലി അഡോളസൻ കിഡ്സ്. ആക്ച്വലി ഇത്തരത്തില് ഒരു മാറ്റം ഉണ്ടായ, ഒരു ജനറേഷനലി ഉണ്ടായ ഒരു മാറ്റമാണോ, അതോ ഇപ്പൊ അവരുടെ ഒരു ബ്രെയിൻ വയറിങ് തന്നെ ഭയങ്കര ഡിഫറെന്റ് ആയി എന്ന് പറയുന്ന തരത്തിലാണോ? അതായത് ഇപ്പോൾ അവർ കൺസ്യൂം ചെയ്യുന്ന കണ്ടന്റുകൾ, അതായത് ഇപ്പൊ ടെലിഗ്രാം ഗ്രൂപ്പുകളുണ്ട് ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ക്രൈമുകളെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലെ ഗ്രൂപ്പുകൾ, അതുപോലെ തന്നെ ഇപ്പൊ 18+ കണ്ടന്റുകൾ കണ്ടിട്ടുള്ള ഇൻഫ്ലുവൻസ് ആണോ ഇതിന് ശരിക്കും കാരണം? അതിന് ആൻസർ പറയുന്നതിന് മുമ്പ് ഇപ്പൊ ഞാൻ പൊതുവേ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, കാണേണ്ടതാണ്, ഇപ്പൊ ഈ അടുത്തായിട്ട് നോട്ടീസ് ചെയ്യണ ഒരു കാര്യമാണ്. എല്ലാവരും നമ്മുടെ സൊസൈറ്റിയിൽ എല്ലാവരും പറയണത് ഇപ്പോഴത്തെ പിള്ളേരൊന്നും ശരിയല്ല, ഇപ്പോഴത്തതാണ് ഏറ്റവും വേസ്റ്റ് ജനറേഷൻ, അവരുടെ ജനറേഷനൊക്കെ അടിപൊളി, ഒന്നും പറയാനില്ല. അതെ. അപ്പൊ അതേമാതിരി ഫോൺ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല, മൂവീസും വീഡിയോ ഗെയിംസ് ഒക്കെ അവരെ കംപ്ലീറ്റ് ആയിട്ട് തെറ്റിക്കണേണ് എന്നുള്ള ഒരു അഭിപ്രായമാണ്. അതിനെപ്പറ്റി കുറെ ചർച്ചകൾ കേട്ടിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഇവരുടെ തലക്കകത്ത് കൂടെ എന്താണ് ഓടണത്, അല്ലെങ്കിൽ എന്താണ് അവർ ചിന്തിക്കണത് എന്നതിനെ പറ്റിയൊന്നും ആരും സംസാരിക്കണം ഞാൻ കേട്ടിട്ടില്ല. നിങ്ങളൊന്ന് നോക്കണെന്നുണ്ടെങ്കിൽ മിക്ക കുട്ടികൾക്കും അങ്ങനെ അധികം ദേഷ്യവും ഹേറ്റഡും അതൊന്നുമില്ല. അവർ ജന്മന വയലന്റ് ആയിട്ടുള്ള കുട്ടികളല്ല. പക്ഷെ അവര് ഓവർ സ്റ്റിമുലേറ്റഡ് ആണ് ഇപ്പോൾ കറന്റ്ലി. ഓവർ സ്റ്റിമുലേഷൻ എന്ന് പറയുമ്പോൾ ആ സ്റ്റിമുലേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ഗൈഡൻസ് അവർക്ക് കിട്ടണമില്ല. അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, ഈ നമ്മുടെ ബ്രെയിൻ അത് അതിന്റെ പൂർണ്ണതയിലോട്ട് എത്താൻ ഒരു ടൈം എടുക്കും, അതിന്റെ ഡെവലപ്മെന്റിലോട്ട് എത്താൻ വേണ്ടി. നമ്മുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ്, അതിന്റെ ഫ്രണ്ട് ഭാഗം, അതാണ് ബ്രെയിനിലെ ഏറ്റവും ലാസ്റ്റ് ഡെവലപ്മെന്റിലോട്ട് എത്തണത്. അത് തന്നെ അതിന്റെ പൂർണ്ണതയിലോട്ട് എത്തണത് ലേറ്റ് 20s. ഇപ്പൊ ഈ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റൻഷൻ എന്തിനു കൊടുക്കണം, എഫേർട്ട് എന്തിനു കൊടുക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രായമാണ്. അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ ഇവർ കൺസ്യൂം ചെയ്യണ മീഡിയ ചിലപ്പോൾ തീവ്രമായിട്ടുള്ള വിഷ്വൽസ്, ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള കണ്ടന്റ്, വീഡിയോ ഗെയിംസ്, മീഡിയ, മൂവീസ്, ഇതൊക്കെയാണ് കാണുന്നത്. സ്വാഭാവികമായിട്ടും എന്തായാലും അത് അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുമല്ലോ, അതിലൊരു സംശയമില്ല. അങ്ങനെ അത് മാത്രമല്ല, ഇതിങ്ങനെ സ്റ്റിമുലേറ്റഡ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ അവര് പഠിക്കണേണ് എങ്ങനെ എത്രയും പെട്ടെന്ന് എഫേർട്ടും ടൈമും പിന്നെ അതേമാതിരി പേഷ്യൻസ് ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാണ്ട് എത്ര പെട്ടെന്ന് നമുക്ക് എക്സൈറ്റഡ് ആവാൻ പറ്റും എന്നുള്ളതാണ് അവർ നോക്കാം. അപ്പോൾ നമ്മൾ ഒന്ന് പ്രണയിക്കണം എന്നുണ്ടെങ്കിൽ എന്തായാലും ടൈം ഇൻവെസ്റ്റ് ചെയ്യണം. എനിക്കിപ്പോ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ എഫേർട്ട് ഇടണം. അതേമാതിരി എന്തെങ്കിലും അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ക്ഷമ വേണം. അപ്പൊ ഇതൊന്നും അവർക്ക് കൊടുക്കാൻ പറ്റൂല, അവർക്കെല്ലാം പെട്ടെന്ന് വേണം, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ വേണം. അപ്പൊ അങ്ങനെ വരുമ്പോ നോർമൽ ഒരു ജീവിതം ഭയങ്കര ബോറിംഗ് ആയിരിക്കും. സാധാരണ ആൾക്കാരായിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡള്ളായിരിക്കും. അവരുടെ ഇമോഷൻസ് തന്നെ ഭയങ്കര വീക്കായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോഴത്തെ കുട്ടികൾക്ക് പെട്ടെന്ന് അവർക്ക് എക്സൈറ്റ്മെന്റ് വരും, അതേ ഇന്റൻസിറ്റിയിൽ തന്നെ അവർക്ക് പെട്ടെന്ന് ബോറടിയും വരും, അല്ലേ? യെസ്. ഇപ്പോഴത്തെ കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഈ ഒരു ചെറിയ, അതായത് ഇപ്പൊ നമ്മളിപ്പോ പറയില്ല, ഇപ്പൊ ചില സിനിമകളുണ്ട് ഇപ്പൊ ഭയങ്കര വയലൻസും കാര്യങ്ങളും, അപ്പൊ അത്തരം സാധനങ്ങൾ കാണുമ്പോൾ ഒരു ഡോപ്പമിൻ റഷ് അവർക്ക് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞു പിന്നെ അവർക്ക് അതുപോലെ ആയാൽ മതി. ഇപ്പൊ നമ്മൾ പണ്ടൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, KGF സിനിമ വന്നു കഴിഞ്ഞു എനിക്ക് റോക്കി ബൈ ആയാൽ മതി. കാരണം ലൈഫ് ഭയങ്കര ലാർജ് ആണ്, ഭയങ്കര ഹാപ്പനിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, ഭയങ്കര ഒരു ഡോമിനൻസ് അല്ലെങ്കിൽ പവർ എന്ന് പറയുന്ന സാധനത്തിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് ബേസിക്കലി സിനിമയിൽ കാണുന്നത് മാത്രമാണ്. അതിന്റെ അപ്പുറത്തേക്കും, അതായത് ഇതുകൊണ്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് അവർ അവെയർ അല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ കൂടുതൽ അവർക്ക് ഡോപ്പമിൻ റഷിന് വേണ്ടിയിട്ട് അവർ ഓരോ പുതിയ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്തു നോക്കുന്ന ഒരു കാര്യം സംഭവിക്കുന്നില്ലേ? അപ്പൊ ഒരു ഡോപ്പമിൻ റഷിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതിലേക്ക് പോകുന്നത് കൊണ്ടാണോ ഇത്തരം കാര്യങ്ങളെ ഇൻഫ്ലുവൻസ് അവരെ ഈ ക്രൈമിലേക്കൊക്കെ നയിക്കുന്നത്?
അപ്പൊ കുട്ടികൾക്ക് ആ ഒരു പവർ ഡൈനാമിക്സിൽ കേറാൻ വേണ്ടിയിട്ടാണോ ഇത്തരം ക്രൈമുകളിലേക്ക് പോകുന്നത് എന്നുള്ളത്. ഇത് ആദ്യം എല്ലാം ഒരു ഫാന്റസി ആയിട്ടാണ് തുടങ്ങുന്നത്. അവരുടെ ഉം. മൈൻഡിൽ അവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അവരിങ്ങനെ ഇങ്ങനെ ചെയ്യണതും അങ്ങനെ ആവണതും എല്ലാം ഒരു ഫാന്റസിയിൽ നിന്നാണ് തുടങ്ങുന്നത്. പിന്നീട് അവരുടെ ഫാന്റസിക്ക് അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയാണ്ടാവും. അപ്പോ അതെങ്ങനെയെങ്കിലും ആ ഫാന്റസി അവർ യാഥാർത്ഥ്യത്തിലോട്ട് കൊണ്ടുവരാൻ നോക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഡോപ്പമിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഉം. നമുക്ക് ഇത് ആ ടോളറൻസ് ഇങ്ങനെ ഇതായി മാറിക്കൊണ്ടിരിക്കും. അപ്പോ വീണ്ടും ഗൈഡൻസ് ഒന്നും ഇല്ലാണ്ട് പ്രോപ്പർ ഒരു ഇമോഷണൽ മെച്യൂരിറ്റി ഒന്നും എത്താത്ത കുട്ടികൾ ഇതേമാതിരിയുള്ള മീഡിയാസ് കൺസ്യൂം ചെയ്യുമ്പോൾ ആരും ഗൈഡ് ചെയ്യാനില്ലല്ലോ. ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും അവർ ഇതിൽ അട്രാക്റ്റഡ് ആയിരിക്കും, ഇതിൽ ഇൻഫ്ലുവൻസ്ഡ് ആവും, അതിലൊരു സംശയമില്ല. ഓക്കെ. അതങ്ങനെ. ഇതുപോലെ ഇപ്പൊ നമ്മളിപ്പോ കുറച്ച് ഇഷ്യൂസ് കേട്ടിട്ടുള്ളതാണ്. അതായത് ഇപ്പൊ കുട്ടികള് ഇപ്പൊ 18+ കണ്ടന്റുകൾ കൺസ്യൂം ചെയ്യുന്ന കാര്യം പറയുന്നുണ്ടല്ലോ. അതുപോലെ ചില ടെലിഗ്രാം ഗ്രൂപ്പുകൾ ഉണ്ടെന്ന്. ഉം. അതായത് ഈ അടുത്തൊരു റീലിൽ പറഞ്ഞു കേട്ട ഒരു കാര്യമാണ്. അതായത് അമ്മ എന്നാണ് ടെലിഗ്രാം ഗ്രൂപ്പിന്റെ പേര്. നമ്മൾ അതിന്റെ പേര് കേൾക്കുമ്പോൾ വിചാരിക്കും അമ്മമാരെ കുറിച്ച് നല്ലതിലും പറയുന്നത് അങ്ങനെയാണെന്ന് വിചാരിക്കാം. പക്ഷെ ബേസിക്കലി നമ്മളെ വീടുകളിൽ ഈ അമ്മമാര് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വീട്ടിലത്തെ ഒരു ലുക്കില് ഫോട്ടോ, തലയുണ്ടാവില്ല, ഉം. ബോഡി, അതിനെയാണ് ഫോക്കസ്. അതിൽ വെച്ചുള്ള ഫോട്ടോസ് ഷെയർ ചെയ്യപ്പെടുന്ന ഒരു ഗ്രൂപ്പ്. ഉം. 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 ഇത്തരം കാര്യങ്ങളിലേക്ക് കുട്ടികൾ പോകുന്നത് അവർ ആ എമ്പതി എങ്ങനെയാണ് ആ ഒരു കാര്യം ചെയ്യുമ്പോൾ നഷ്ടപ്പെടണത് എന്നുള്ളതാണ് പല ആളുകൾക്കും തോന്നുന്നത്. അതായത് സാധാരണഗതിയിൽ നല്ല കുട്ടിയാണെന്നുള്ള തോന്നുന്ന ഒരു കുട്ടിയാണ് ഇത്തരം ഉം. പ്രവർത്തികളിലേക്ക് പോകുന്നത്. അതെന്താണ് അതിന്റെ ഒരു കാരണമായിട്ട് തോന്നുന്നത്? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉം. പെട്ടെന്ന് എക്സൈറ്റ്മെന്റും വരും, ഉം. പെട്ടെന്ന് ബോറടിയും വരും. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ആറ്റിറ്റ്യൂഡ് അല്ല, ഉം. അത് അവരെ കണ്ടീഷൻ ചെയ്ത് കൊണ്ടുവന്നേക്കുന്ന രീതിയാണ്. ഇപ്പൊ ഞാൻ പറയാൻ പോണ കാര്യം ചിലപ്പോൾ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തേക്കാം, അൺകംഫർട്ടബിൾ ആക്കി തോന്നിയേക്കാം, പക്ഷെ പറഞ്ഞേ പറ്റുള്ളൂ. ഉം. അതായത് ഇൻസ്റ്റന്റ് അപ്രൂവലും ഉണ്ട്, കണ്ടീഷണൽ ലവും ഉണ്ട്. ഉം. ഉം. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക പാരന്റ്സും കുട്ടികൾക്ക് കൊടുക്കണ കണ്ടീഷണൽ ലവ് ആണ്. ആ കുട്ടികളെ ഇഷ്ടപ്പെടുന്നത് കുട്ടികളുടെ മാർക്ക് അനുസരിച്ച്, അവരുടെ പെരുമാറ്റം അനുസരിച്ച്, അവരുടെ ബിഹേവിയർ അനുസരിച്ച്, അവരുടെ ഒബീഡിയൻസ് ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും ഇതാക്കാൻ പോണത്. എന്നാ ഈ ടെലിഗ്രാം ഗ്രൂപ്പ് എന്നൊക്കെ പറയുമ്പോൾ മിക്ക കുട്ടികൾക്കും അവിടെ കിട്ടുന്നത് ഇൻസ്റ്റന്റ് അപ്രൂവലാണ്. Yes. മനസ്സിലായില്ലേ? ഉം. ഇവിടെ ഒരു കാര്യമുണ്ട്. അപ്രൂവലിന്റെ പിന്നാലെ പാരന്റ്സിന്റെ ഭാഗത്തുനിന്ന് അത് കിട്ടാണ്ടാവുമ്പോൾ അപ്രൂവലിന്റെ പിന്നാലെ കുട്ടികൾ പോവും. ഉം. അപ്പൊ ഈ ഇൻസ്റ്റന്റ് അപ്രൂവൽ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഉം. കുറെ പേര് അപ്ലോഡ് ചെയ്യാനുണ്ടാവും, ഉം. കുറെ പേര് അത് പ്രൊമോട്ട് ചെയ്യാനുണ്ടാവും, അവര് ശ്രദ്ധിക്കപ്പെടുന്നതാണ്, അവർക്ക് ആ അറ്റൻഷൻ കിട്ടണതാണ്. അപ്പൊ വാലിഡേഷനാണ് ഈ ടെലിഗ്രാം ഗ്രൂപ്പൊക്കെ ഈ കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഓക്കെ. ഹങ്കർ ഫോർ വാലിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സംഭവം. ഈ വാലിഡേഷന്റെ പിന്നാലെ വാലിഡേഷൻ ദാഹിച്ചിങ്ങനെ പോകുമ്പോൾ ആ ധാർമ്മികതയൊക്കെ അവിടെ നഷ്ടപ്പെടും, മൂല്യമൊക്കെ ഇല്ലാണ്ടാവും, എല്ലാം ആ ഒരു വ്യക്തിന്റെ കോർ വാല്യൂ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറും. അതാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പൊ ബേസിക് ആയിട്ട് ഇവർ ഈ എമ്പതി അവിടെ ലൂസ് ചെയ്യുന്നതിന്റെ അതെ, ഏറ്റവും വലിയ അതെ. കാരണം എന്ന് പറയുന്നത്. ഇനിയിപ്പോ നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ അടുത്ത് നമ്മൾ വേറൊരു കേസ് കണ്ടതാണ്. 14 വയസ്സുള്ള കൂട്ടുകാരിന്നോ ലവർ എന്ന് പറയുന്ന പെൺകുട്ടീനെ 16 വയസ്സുള്ള ഒരു പയ്യനാണ് ഉപദ്രവിച്ച് കൊന്നത്. അതായത് സെക്ഷലി അബ്യൂസ് ചെയ്ത് കൊന്നത്. ഉം. അപ്പം അവിടെ പലപ്പോഴും പിള്ളേർക്ക് സംഭവിക്കുന്നത് ഒരു നോ, അല്ലെങ്കിൽ ഇപ്പൊ അവര് പറയുന്ന ഒരു നോയെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് ഇപ്പോഴത്തെ ഉം. കുട്ടികൾ മാറുന്നുണ്ട്. അത് ഈ അവരുടെ ഉള്ളിലുള്ള ഇത്തരം കണ്ടന്റുകൾ കൺസ്യൂം ചെയ്തിട്ടുള്ള ഇൻഫ്ലുവൻസ്, അതുപോലെ തന്നെ ചില കുട്ടികൾ ഭയങ്കര ഹൈപ്പർ സെക്ഷൽ ആണ് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ശരിക്കും അതിന്റെ പിന്നില് ഇതുപോലെയുള്ള ഒരു എന്താ പറയാ, നമ്മളിപ്പോ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന ഒരു വാലിഡേഷൻ, അതായത് എന്റെ പവർ കൂടെ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനത്തെ ഒരു രീതിയിലേക്ക് പോകുന്നത് ഉം. അതെ, അവർക്ക് ഈ മിക്ക കുട്ടികളും ഇതിലൊക്കെ, ഈ ഗ്രൂപ്പിലൊക്കെ ചേർന്ന മിക്ക കുട്ടികളും അവര് റിയൽ ലൈഫിൽ യാഥാർത്ഥ്യത്തിൽ ഭയങ്കര ചെറുതാണ്. ഉം. അവരൊന്നുമല്ല, അവർക്കൊരു പവർ ഇല്ല, അവർക്കൊരു ഡോമിനൻസ് ഇല്ല, ഒരു ആത്മവിശ്വാസം ഇല്ല, ഒന്നും ഇല്ലാത്ത കുട്ടികളാണ്. അപ്പൊ അവർക്ക് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു കാര്യത്തിലോട്ട് എക്സ്പോസ്ഡ് ആവുമ്പോൾ, കുറെ പേരെടുത്ത് നിന്ന് ഇങ്ങനെ ഒരു അപ്രൂവലും വാലിഡേഷനും അതൊക്കെ കിട്ടുമ്പോൾ അവര് തന്നെ അവരറിയാതെ എന്തോ സംഭവമായി മാറുന്നേ, ഉം. അവരുടെ എമ്പത്തിയൊക്കെ ഇല്ലാണ്ടായി പോകും. അവർക്ക് ഈ ഒരു ക്രൂവൽ ആയിട്ടുള്ള ഒരു സ്വഭാവം അല്ലെങ്കിൽ ഡീവിയന്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ അവരുടെ ന്യൂ നോർമലായി മാറും. അവിടെയാണ് അത് ഡേഞ്ചർ ആവണത്. പിന്നെ ഈ കൺസെന്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ നോ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്, അതെ. അത്
വീട്ടിലും ഉണ്ട്. ഉണ്ട്. വീട്ടിലും ഉണ്ട്. അതായത് മിക്ക കുട്ടികളെയും പാരന്റ്സ് വളർത്തുന്നത് ഒരു ഒബീഡിയന്റ് ആയിട്ട് മൂത്തവർ പറഞ്ഞ അനുസരിക്കണം. അതൊന്നും ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. റെസിസ്റ്റൻസ് പാടില്ല. എക്സാക്ട്ലി. റെസിസ്റ്റൻസ് ഒട്ടും പാടില്ല. റെസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ പണിഷ് ചെയ്യും. ആ ഒരു കാര്യമാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ കുട്ടികൾക്ക് എന്താണ് ബൗണ്ടറി എന്ന് അറിയില്ല. അറിയില്ല. എങ്ങനെയാണ് റെസ്പെക്ട് ചെയ്യേണ്ടത് എന്ന് അറിയില്ല. അപ്പൊ ആരെങ്കിലും ഒരാള് ഇവരുടെ അടുത്ത് നോ പറയണേണെന്നുണ്ടെങ്കിൽ അവരത് റെസ്പെക്ട് ഇല്ലായ്മയായിട്ടാണ് കാണുന്നത്. റെസിസ്റ്റൻസ് ആയിട്ടാണ് കാണുന്നത്. ചിലവർ വേറെ രീതിയിൽ അത് ഇന്റർപ്രറ്റ് ചെയ്യും നോന്. ഉം. ഒരാൾ നോ അതല്ലെങ്കിൽ സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേയിങ് ഹാർഡർ ടു ഗെറ്റ്. യെസ്. ഇത് ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഇടയ്ക്ക് കേട്ടിട്ടുള്ള ഒരു കാര്യം. അതായത് ഇപ്പൊ നമ്മളിപ്പോ പറയുമല്ലോ, ഇപ്പൊ ആരെങ്കിലും ഒരാള് നിങ്ങളുടെ അടുത്ത് നോ പറഞ്ഞ അതിനർത്ഥം അല്ല യെസ് ആണ്, പക്ഷെ അത് പറയാതിരിക്കാനുള്ള ഈ ഒരു ചിന്താഗതി എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. പ്ലേയിങ് ഹാർഡർ ടു ഗെറ്റ്. അതല്ലെങ്കിൽ കുറച്ചും കൂടെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവുമായിരിക്കും എന്നുള്ളൊരു തോന്നല് അവർ. കാരണം ഈ ചിന്താഗതി കിട്ടുന്നത് അങ്ങനെയാണ്. നമ്മുടെ കെയർ ഗീവേഴ്സ് അല്ലെങ്കിൽ പാരന്റ്സ് അല്ലെങ്കിൽ സൊസൈറ്റി തന്നെ പ്രോപ്പറായിട്ട് എങ്ങനെ ബൗണ്ടറി വെക്കണം എന്നൊന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, ഗൈഡ് ചെയ്തിട്ടില്ല. അവര് ഒബീഡിയന്റ് ആയിട്ടുള്ള റെസ്പെക്ട് ചെയ്യണ റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാത്ത കുറച്ച് അതേമാതിരി കണ്ടീഷണൽ ലവ് അങ്ങനത്തെ അതെ. കുറച്ച് കുട്ടികളെ ഇങ്ങനെ റേസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അവർക്ക് ഇറ്റ്സ് നോട്ട് സർപ്രൈസിങ്. ദേ വോണ്ട് നോ വാട്ട് ആക്ച്വലി നോ മീൻസ്. അതെ. ആക്ച്വലി കൺസെന്റിനെ കുറിച്ചുള്ള ധാരണ കുട്ടികൾക്ക് ഇല്ലാത്തത് ഭയങ്കര ഒരു ഇഷ്യൂ ആണ് ഇത്തരം കാര്യങ്ങളിൽ. ശരിക്കും അതിന് കുറച്ചൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പാരന്റ്സും കൂടെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മള് കുട്ടികള് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ, അതായത് അവർക്ക് ഈസിലി യെസ് പറയാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. ഉം. പക്ഷെ സ്റ്റിൽ ഞങ്ങൾ പാരന്റ്സ് ആണ് ഉം. എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു നോ പറഞ്ഞിട്ട് പിന്നെ അവർ എന്നെ ഉം. കൺവിൻസ് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ യെസ് പറയാം. ഇത്തരം കാര്യങ്ങൾ ചിലപ്പോൾ ഈ കുട്ടികളെ ഈ രീതിയിലേക്ക് ട്രെയിൻ ചെയ്യുന്നുണ്ടാവും. ഉണ്ടാവും ഉണ്ടാവും. അതൊക്കെ ഒബ്വിയസ്ലി ഇവര് പാരന്റ്സ് ആവുമ്പോ അതിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആവും. അപ്പൊ ഇവരും പിന്നീട് പ്രകടിപ്പിക്കാൻ പോണത് ഇങ്ങനെ തന്നെ ആയിരിക്കും ബാക്കിയുള്ളവരെടുത്തും. ഇറ്റ്സ് നോട്ട് സർപ്രൈസിങ്. അത് അങ്ങനെ തന്നെ ആയിരിക്കും. ഇനിയിപ്പോ നമ്മളിപ്പോ പറയുകയാണെങ്കിൽ ഇപ്പൊ കുട്ടികള് ഇത്തരം ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവുന്നുണ്ടെന്ന് പല പാരന്റ്സും അറിയുന്നില്ല. ഉം. അതായത് ചിലപ്പോൾ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു മാസ്ക് എന്ന് ഉം. പറയുന്നത് വീട്ടിലെല്ലാം പറഞ്ഞ ഒബീഡിയന്റ് ആയി കേട്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. പെട്ടെന്ന് ഒരു ദിവസം ഒരു കേസിൽ കുട്ടി പോയി പെടുന്ന സമയത്താണ് ഈ പാരന്റ്സ് ഇത് റിയലൈസ് ചെയ്യുന്നത്. ഉം. പക്ഷെ ഇതേ കാര്യങ്ങള് കുട്ടികളുടെ ചില ബിഹേവിയേഴ്സ് മുന്നേ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അറിയാമായിരുന്നു എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അത്തരം കുട്ടികളുടെ റെഡ് ഫ്ലാഗ് ബിഹേവിയേഴ്സ് അതെന്തൊക്കെയായിരിക്കാം? നമുക്കിപ്പോ പാരന്റ് എന്ന രീതിയിൽ കുട്ടികളെ ഒന്ന് നോട്ട് ചെയ്യാൻ, അതായത് ഇപ്പൊ അവരെന്തെങ്കിലും തെറ്റായ രീതിയിലേക്ക് പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള. ഈ ഫോൺ ചെക്ക് ചെയ്യണതല്ലാണ്ട് അതെ, എങ്ങനെ അതെ, എന്തൊക്കെയാണ് റെഡ് സത്യം. ഫ്ലാഗ്സ് എന്നുള്ളത്. ബേസിക്കലി ഇപ്പൊ കുട്ടികൾ ഫോൺ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അവര് പ്രൈവസി ഇൻവേഡ് ചെയ്തു എന്നാ ഉം, പറയാം. ഉം. അവർക്ക് അത് ഫീൽ ചെയ്യാതെ തന്നെ അവരിങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നതിന് മുന്നേ അറിഞ്ഞാൽ നമുക്ക് അവരെ ഉം. തിരിച്ചു മനസ്സിലായി. കൊണ്ടുവരാം. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അവരുടെ എമ്പതിയൊക്കെ കുറഞ്ഞോടും. ഉം. അത് നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. പണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്കും ഒപ്പം സങ്കടം വരും, ഒരു ടെൻഷൻ, ഒരു ഇതൊക്കെ വരും. അപ്പൊ അവര് ദേ ഡോണ്ട് ഗിവ് എ ഡാം. അവർക്ക് അതൊന്നും വലിയ വിഷയമല്ല. അവരതിനെപ്പറ്റി ബോധേഡ് അല്ല. ആ എമ്പതി കുറവ് അതൊന്ന്. രണ്ടാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എക്സ്ക്യൂസസ് ഉണ്ടാവും. ഉം. ഗിൽട്ട് ഇല്ല. ഓക്കെ. ഒരു എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോറി അതൊന്നുമില്ല. അവർക്ക് ഇതിനൊക്കെ ജസ്റ്റിഫൈ ചെയ്യാൻ എക്സ്ക്യൂസസ് ഉണ്ട്. മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രൈവറ്റ് ആയിരിക്കും അവരുടെ ലൈഫ്. പ്രൈവസി കുഴപ്പമില്ല, അതിന്റെ കൂടെ ചെറിയൊരു അരഗൻസ് ഉണ്ടാവും. അവരുടെ ഫ്രണ്ട്സിനെ പറ്റിയിട്ട്, അവരുടെ ഫോണിനെ പറ്റിയിട്ട്, അവരുടെ ലൈഫ് സ്റ്റൈല്, അവരുടെ ചിന്താഗതി എല്ലാം ഭയങ്കര പ്രൈവറ്റ് ആക്കി വെക്കും. പിന്നെ ഹ്യൂമിലിയേഷൻ, ഉം. മറ്റുള്ളവരെ ഹ്യൂമിലിയേറ്റ് ചെയ്യണത്, ഇൻസൾട്ട് ചെയ്യണത്, അതിലൊക്കെ ഇവര് ഒരു 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 ആനന്ദം ഇവർക്ക് കിട്ടുന്നുണ്ട്. ഒരു സ്ത്രീകളെ കളിയാക്കണതിൽ, ഉം. ഡീഗ്രേഡ് ചെയ്യണതിൽ, അതൊക്കെ അവര് പതുക്കെ അവരെ പറ്റിയൊക്കെ ജോക്ക് ഉണ്ടാക്കി തുടങ്ങും. അതൊക്കെ നിങ്ങൾ നോട്ടീസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഉം. ദ മെയിൻ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഇന്റലിജൻസ് ഉണ്ട്, ഓക്കെ. പക്ഷെ ഇതില്ല, എമ്പതി ഇല്ല. ഉം. അവർക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും, ഉം. നന്നായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റും, എല്ലാ കാര്യവും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. ബുദ്ധിയാണ്, നല്ല ഉം. ബുദ്ധിയുണ്ട്, പക്ഷെ എമ്പതി ഇല്ല. ഈ ഇന്റലിജൻസ് ഇല്ലാത്ത കുട്ടികൾ തെറ്റ് ഉം. ഇതാക്കുന്നത് അത് സാധാരണമാണ്, നമുക്ക് കാണാൻ പറ്റും. അതെ. അതേമാതിരി എമ്പതി ഇല്ലാത്തവരും ഡാമേജ് ഉണ്ടാക്കും. പക്ഷെ ഇന്റലിജൻസ് ഉണ്ട്,
പക്ഷെ അതിന്റെ കൂടെ എമ്പതി ഇല്ല എന്നുണ്ടെങ്കിൽ കുറെ പേരുടെ ലൈഫിന് അതൊരു ഭീഷണിയാണ്. ഡിസ്ട്രോയ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് ഉണ്ടാവുക ബേസിക്കലി കുട്ടിക്ക്. ഒരു ഇമോഷണൽ ഇന്റലിജൻസ് ഇല്ലായ്മ എന്ന് നമുക്ക് അതെ, പറയാല്ലേ. ഇമോഷണൽ ഇന്റലിജൻസ് ഇല്ലായ്മ. പക്ഷെ ഇതുണ്ട്, ഇമോഷണലി ഇന്റലിജന്റ് എന്നും പറയാം. അവർക്ക് ഉം, അവരുടെ ഇമോഷൻസ് ഒക്കെ കംപ്ലീറ്റ്ലി സംസാരിക്കാൻ പറ്റും, ഉം. ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അവർക്ക് എമ്പതി ഇല്ല. എനിക്ക് നിങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റണില്ല. എനിക്ക് നിങ്ങൾ വിഷമിക്കണമെങ്കിൽ എനിക്കൊന്നും തോന്നണമൊന്നുമില്ല. ആ ഓക്കെ. ഒരു രീതിയിലോട്ടൊക്കെ പോണേണ് എന്നുണ്ടെങ്കിൽ ആ ഇറ്റ് ഒരു ഇസ് ഡേഞ്ചറസ്. സെൻസിറ്റീവ് സൈഡ് അവർക്ക് ലൂസ് ചെയ്യുന്ന ഒരു അതെ, അതെ. രീതിയിലേക്ക്. ടേക്കിംഗ് ദ ഹ്യൂമൻ ഔട്ട് ഓഫ് പേഴ്സൺ എന്നൊക്കെ പറയും. ഓക്കെ. ഇനിയിപ്പോ നമ്മളിപ്പോ പറയുകയാണെന്ന് വെച്ചാൽ കുട്ടികളിൽ ഇത്തരം പ്രോബ്ലംസിന് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ഇപ്പൊ പാരന്റ്സിലാണെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ ജോക്ക് കുട്ടികള് സ്ത്രീകളെ കളിയാക്കിക്കൊണ്ടും അതൊക്കെ പറഞ്ഞു തുടങ്ങുന്നത് ശരിക്കും അത് പറഞ്ഞ ഹൗസ് ഹോൾഡുകളിൽ നിന്നല്ല ആ ഒരു ചേഞ്ച് വരേണ്ടത്. ഉം, നമ്മൾ നോക്കുകയാണെങ്കിൽ ചില ഹൗസ് ഹോൾഡുകളിൽ വീട്ടിലെ അച്ഛൻ ചിലപ്പോ അമ്മേനെ എല്ലാവരും മുന്നിട്ട് താത്തി ഉം, പറയുന്നുണ്ടാവും, ഉം, താത്തിക്കെട്ട്, അതായത് ജസ്റ്റ് അപ്പുറത്തെ ഇതില് ഇവൾക്കല്ലെങ്കിലും ഒന്നും അറിയില്ല ഉം, ഇങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങുന്നത് കുട്ടികളെ കേട്ട് പഠിക്കുന്നതും ഇതിനൊരു ഇൻഫ്ലുവൻസ് ഉം, അല്ലേ. അതെ. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വീടുകളിൽ നിന്നും ഇതിനെ എങ്ങനെ, അതായത് ഇപ്പൊ കുട്ടികളിലെ ഈ ഒരു എമ്പതി ഇല്ലായ്മ ഉണ്ടാവുന്നതിന് മുൻപേ തന്നെ എങ്ങനെ നമുക്ക് അതിനെ സോർട്ട് ചെയ്ത് തുടങ്ങാം. നമ്മുടെ നാട് ഭയങ്കര നമ്മുടെ നാടല്ല പൊതുവെ അതെ. ഭയങ്കര ഇതാണ്, ഭയങ്കര ഏഹ്, ഒരു കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ. കുട്ടികളുടെ മുമ്പിൽ ഭാര്യനെ കിസ് ചെയ്യാനോ കെട്ടിപ്പിടിക്കാനോ സ്നേഹിക്കാനോ സ്നേഹം കാണിക്കാൻ പാടില്ല. അത് ടാബു ആണ്, തെറ്റാണ്. യെസ്. പക്ഷെ വീടിനകത്ത് വെച്ചിട്ട് നമുക്ക് ഈ ചെടിച്ചട്ടി പൊട്ടിക്കാനും വണ്ടി കൊണ്ട് ഇടിക്കാനും TV എറിഞ്ഞ് പൊട്ടിക്കാനൊക്കെ പറ്റും. ഭയങ്കര ഇതാണ്. അതൊക്കെ ലൈക്ക് പാരന്റ്സ് ശരിക്കും ചെയ്യേണ്ടതാണ്. ഇതൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് പറ്റിപ്പോണ അറിവില്ലായ്മ കാരണം വന്നു പോണ കുറെ പ്രശ്നങ്ങളാണ്. എന്താണ് ഇപ്പൊ നിങ്ങൾ അങ്ങനെ കാണിച്ചാൽ എന്താണ് ഒരു കുഴപ്പം? എന്താണ് കുറച്ചും കൂടെ നല്ല എങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയണ കുറച്ച് കുട്ടികളല്ലേ അപ്പൊ നമ്മൾ കൊണ്ടുവരണത്. നമ്മൾ Definitely. വയലന്റ് ആയിട്ടുള്ള കുട്ടികളെയാണ് കൊണ്ടുവരുന്നത് ഇങ്ങനെ കാണിക്കുമ്പോൾ. അതെ. ദാറ്റ് ഇസ് വാട്ട്സ് ഹാപ്പനിങ്. ഓക്കെ. അപ്പൊ ബേസിക്കലി നമുക്ക് പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് അവർക്ക് ഈ ഒരു രീതിയിൽ പതിയെ അപ്രോച്ച് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ കുട്ടികളിലും ആ ഒരു എഫക്റ്റ് കണ്ടു തുടങ്ങും. പിന്നെ അതുപോലെ നമ്മളിപ്പോ കുട്ടികളുടെ അടുത്ത് എന്താ നമ്മൾ പറയുമല്ലോ, കുട്ടികളായിട്ട് ഫ്രണ്ട്സ് ആവണം, ഫ്രണ്ട്സ് ആയാലും അവർ ഇങ്ങനത്തെ ഇഷ്യൂസിനെ സോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. ചിലയിടത്ത് അവര് പാരന്റ്സ് അവരോട് ഫ്രണ്ട്സ് ആവുന്നുണ്ട്, ബട്ട് സ്റ്റിൽ ഒരു പോയിന്റ് കഴിയുമ്പോൾ അവർക്ക് ഇവരോട് ഇതൊക്കെ എനിക്ക് പറയാൻ പറ്റില്ല, എനിക്കിതല്ല, ആ ഒരു പോയിന്റിലേക്ക് എത്തുന്നുണ്ട്. അത്തരം പ്രോബ്ലംസിനെ നമുക്ക് എങ്ങനെ ഒന്ന് ശരിയാക്കി എടുക്കാൻ പറ്റും? ഈ പാരന്റ്സ് എസ്പെഷ്യലി നമ്മുടെ നാട്ടിലെ പാരന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു കാര്യം സംസാരിക്കുക എന്ന് പറയുമ്പോൾ എന്തോ ഒരു ചമ്മലും നാണക്കേടൊക്കെയാണ്. അവർക്ക് അറിയില്ല ഇത് എന്തിനു വേണ്ടിയിട്ടാണ് സംസാരിക്കണം. അവർക്ക് എങ്ങനെ സംസാരിക്കണം എന്നും അറിയില്ല. അവരുടെ അടുത്ത് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല ഇതുവരെ. ഇല്ല. അപ്പോ അവര് റിപ്പീറ്റ് ചെയ്യണാണ് സെയിം സാധനം തന്നെ. ഈ അങ്ങനെ വരുമ്പോ ആദ്യം പാരന്റ്സിന്റെ ചിന്താഗതി മാറ്റിയെടുക്കണം. സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സിനെ പറ്റിയിട്ടല്ല, മറിച്ച് റെസ്പെക്റ്റിനെ പറ്റിയിട്ടാണ് എന്നുള്ള ഒരു കാര്യം പാരന്റ്സിന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതേമാതിരി സൈബർ സേഫ്റ്റി അത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആപ്ലിക്കേഷൻ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതല്ല, എന്താണ് ബൗണ്ടറി എന്നുള്ള കാര്യം പഠിക്കേണ്ടതാണ്. ഈ കാര്യത്തിനൊക്കെ പറ്റി ഒരു ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പാരന്റ്സിന് കുട്ടികളുടെ അടുത്ത് സംസാരിക്കാൻ പറ്റും. അതേമാതിരി അവര് ഒരു പ്ലാറ്റ്ഫോം ഒരുക്കണം കുട്ടികളുടെ അടുത്ത് വളരെ ഓപ്പൺ ആയിട്ട് വളരെ ഓണസ്റ്റ് ആയിട്ട് സംസാരിക്കണം. മറ്റ് ഇന്റർനെറ്റിൽ നിന്നോ അതല്ലെങ്കിൽ വേറെ ആൾക്കാരിൽ നിന്നോ സൊസൈറ്റിയിൽ നിന്നോ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നതിന് മുമ്പേ പാരന്റ്സ് ആണ് അതിന്റെ ഇനീഷ്യേറ്റീവ് എടുക്കേണ്ടത്. പാരന്റ്സ് ആദ്യം മനസ്സിലാക്കണം, അതായത് ഈ സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൗണ്ടറിനെ പറ്റിയാണ്. സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പെക്റ്റിനെ പറ്റിയിട്ടാണ്. അല്ലാണ്ട് അവര് തമ്മിലും ഒരു വിഷമമൊന്നും വരേണ്ട ആവശ്യമില്ല. മിക്കവരും സൈലന്റ് ആയി പോണത് അവർക്ക് ഇതിനെപ്പറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഓക്വേർഡ് ആയിട്ട് തോന്നുന്നത് കൊണ്ടാണ്. പക്ഷെ അതിലൊക്കെ കുറെ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ചില പാരന്റ്സ് ഫ്രണ്ട്ലി ആണ്, ഞാൻ ഭയങ്കരമായിട്ട് അവനെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നത്, അതായത് അവരെല്ലാവരും പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ മേ ബി ചില കാര്യങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ അവരുടെ റെസ്പോൺസും ശരിക്കും പറയാന്ന് വെച്ചാൽ, അതായത് പാരന്റ്സിന്റെ രീതിയിൽ നിന്ന്, അതായത് ഒരു കുട്ടി വന്നിട്ട് ഒരു പ്രശ്നം വന്ന് പറയാണ്, അതെ ഞാൻ ഇങ്ങനെ പോയപ്പോ ഇങ്ങനെ ഉണ്ടായി, നീ എന്തിനാ അതിനൊക്കെ ചെയ്യാൻ പോയത്, ഇങ്ങനെ പറയുന്ന 1-2 റെസ്പോൺസ് ഉണ്ടായാൽ തന്നെ ഇവർ നോർമലി എല്ലാം കേൾക്കുമെങ്കിലും വീണ്ടും അത് പോയി പറയാനുള്ളൊരു മടി അതുകൊണ്ടും കൂടെ അല്ല ഉണ്ടാവുന്നത്. അതെ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. പിന്നെ പാരന്റ്സ് മനസ്സിലാക്കേണ്ടത് ഓരോ ഇപ്പൊ അവർ
അവർക്ക് അവരുടെ സെക്കൻഡ് ചൈൽഡിനെ ഫസ്റ്റ് ചൈൽഡിനെ പാരന്റ് ചെയ്തത് മാതിരി ചെയ്യരുത്. ഓരോ കുട്ടികൾക്കും ഓരോ തരം പാരന്റിങ് സ്റ്റൈലാണ് ആവശ്യം. ഒരു ജനറൽ ആയിട്ടുള്ള ഹൗ ടു പാരന്റിങ് ബുക്ക് എന്ന് ഉം. വായിച്ചിട്ട് കിട്ടണതല്ല. ഓരോ കുട്ടിയുടെ ഇന്റലിജൻസ് ലെവലും അവരുടെ ഓരോ സോഷ്യൽ സ്കിൽസും അതൊക്കെ അനുസരിച്ച് അവർക്ക് അനുസരിച്ചിട്ടുള്ള ഒരു പാരന്റായി മാറലാണ് പാരന്റിങ്. ഒരു ജനറൽ ബുക്കല്ല. അതെ. ആ, ഇപ്പൊ അതില് പല വീടുകളിൽ സംഭവിക്കുന്ന ഒരു കമ്പാരിസൺ എന്ന് ഉണ്ട് ഉണ്ട് പറഞ്ഞൊരു ഉണ്ട്. സാധനം, അതും കുട്ടികളുടെ ഈ ചിന്താഗതിനൊക്കെ മാറ്റാനും പാരന്റ്സിൽ നിന്ന് അവരെ കുറച്ച് ഡിസ്റ്റന്റ് ആക്കാനുള്ള ഒരു ഉം, ഇതായിട്ട് ഉം, ഉം, വരാറുണ്ടല്ലോ. ഉം. ഇത്തരം കമ്പാരിസൺസ് നമ്മളിപ്പോ പലപ്പോഴും പറയും പാരന്റ്സിനോട് കമ്പാരിസൺ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റിൽ അതിന്റെ അത് പിന്നാലെ ചെയ്യും. പോകും. ഉം, അപ്പം അത്തരം കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഉം, ഉം. ശരിക്കും? അത് ഏഹ്, ഏഹ്, ആ കുട്ടീന്റെ സെൽഫ് വർത്തിനെയും സെൽഫ് എസ്റ്റീമിനെയും അതിന്റെ സെൽഫ് കോൺഫിഡൻസിനെയും അതിന്റെ എല്ലാത്തിനെയും ഡൗട്ട് ചെയ്യിപ്പിക്കണ ഒരു തരം സ്വഭാവമാണ് ഈ കമ്പാരിസൺ എന്ന് പറയുന്നത്. അതിന് തോന്നും ഞാൻ വേർത്ത്ലെസ് ആണ്, ഉം. ഞാൻ ഒന്നുമല്ല, എന്നെ ആർക്കും ഇഷ്ടമില്ല, ഞാൻ ഇങ്ങനെയൊക്കെ. പിന്നെ അത് അതിന് പഠിപ്പിച്ചു കൊടുക്കണേണ് എന്തേ, ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ഇത്ര മാർക്ക് കൊണ്ടുവരണം, നിങ്ങൾ ആ അപ്പുറത്തെ വീട്ടിലെ പയ്യനേക്കാൾ കൂടുതൽ അച്ചീവ് ചെയ്യണം. അങ്ങനെ അപ്പോൾ കുട്ടികളുടെ സെൽഫ് വർത്ത് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി എക്സ്റ്റേണൽ വാലിഡേഷന്റെ പിന്നാലെ പോകും. അവർക്ക് ഇന്റേണലി ഒരു ഒരു കൺട്രോൾ ഉണ്ടാവില്ല, കംപ്ലീറ്റ് എക്സ്റ്റേണൽ വാലിഡേഷൻ ആയിരിക്കും. അങ്ങനെയാണ് പല പ്രശ്നങ്ങളിലോട്ടും ചെന്നെത്തുന്നത്. ഈ ടെലഗ്രാമിലോട്ടും ചെന്നെത്തുന്നതൊക്കെ അങ്ങനെ ആയിരിക്കും. ആ. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, പാരന്റ്സിന് അറിയാണ്ട് പോണ ഒരു ഉം. കുട്ടികൾ സീക്രട്ട് ആവണം. അതെ അതെ. മിക്ക നല്ല കുട്ടികളും ഇപ്പൊ നമ്മൾ നല്ല കുട്ടികളെന്ന് കുറെ പേര് പറയുമല്ലോ, അതെ. അവരും നല്ലതല്ല, അവർ പേടിച്ച് ജീവിക്കണം. പാരന്റ്സിന് പാരന്റ്സിനെ ഡിസ്റെസ്പെക്ട് ചെയ്യണത് അതല്ലെങ്കിൽ ഡിസപ്പോയിന്റ് ചെയ്യണത് അവർക്ക് ഭയങ്കര പേടിയായിരിക്കും. അതേമാതിരി നാട്ടുകാരെങ്ങനെ ജഡ്ജ് ചെയ്യും ഇവരെ, അങ്ങനെയൊക്കെ പേടിച്ച് ജീവിക്കണ പേടിയുള്ള കുട്ടികളാണ് ഈ നല്ല കുട്ടികൾ. അതെ. മനസ്സിലായില്ലേ? അപ്പൊ അവര് ഓട്ടോമാറ്റിക്കലി രണ്ട് ലൈഫ് ലീഡ് ചെയ്യും. ഉം. ഒരെണ്ണം സൊസൈറ്റീനെ കാണിക്കാൻ വേണ്ടിയിട്ടും ഫാമിലിനെ കാണിക്കാൻ വേണ്ടിയിട്ടും, മറ്റത് അവർ പ്രൈവറ്റ് ആയിട്ട് ഉള്ളിൽ വേറൊരു ലൈഫ് അവർ ലീഡ് ചെയ്യും. അത് ആർക്കും അറിയില്ല, ആ സീക്രട്ട് ലൈഫ്. അപ്പൊ ഈ ഈ സീക്രസി ആർക്കും അറിയാത്തത് കൊണ്ട് തന്നെ അവിടെ ഒരു ഇമോഷണൽ കറക്ഷൻ നടക്കണില്ല, അവിടെ ഒരു ഗൈഡൻസ് നടക്കണില്ല. ആ കുട്ടികളുടെ ക്യൂരിയോസിറ്റി ഒക്കെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലത്തോട്ടൊക്കെ പോകും. ഉം. അങ്ങനെ പല പ്രശ്നങ്ങളിലും ചെന്നെത്തും. അപ്പൊ ഈ നല്ല കുട്ടികളൊന്നും നല്ലതല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ബേസിക്കലി അതായത് നമ്മുടെ സൊസൈറ്റി റൂൾസിനനുസരിച്ചിട്ട് നിൽക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നതാണ് ഉം, ഒന്നും ഉം. കൂടെ ശരിക്കും കറക്റ്റ് അതെ ആയിട്ടുള്ള അതെ. ഒരു ടേം എന്ന് പറയുന്നത്. ഇനിയിപ്പോ നമുക്കിപ്പോ കുട്ടികളില് നമ്മളിപ്പോ ഇത്തരം കാര്യങ്ങളിൽ ഒരു ഗൈഡൻസ് കൊണ്ടുവരിക എന്നുള്ളത്, അതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? അതായത് ഇപ്പൊ കുട്ടികൾ ഇങ്ങനെ തന്നെ കണ്ടന്റുകൾ കൺസ്യൂം ചെയ്തു, എപ്പോഴെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് അറിയാണ്, ഉം. അതായത് കുട്ടി ഇങ്ങനെ ഒരു കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്നുണ്ട്. പല വീടുകളിൽ സംഭവിക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളെ ആദ്യം വിളിച്ചു നിർത്തി 4 ചീത്ത പറയും, ഉം. ചിലപ്പോൾ അടിക്കും, ഉം. എന്നിട്ടാണ് പറയുന്നത് നീ ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ഫോണ് വാങ്ങി വെക്കുക. ഇതൊക്കെ ചെയ്തിട്ടും കുട്ടികൾ ആ വഴിക്കന്നെ പോകുന്നത്. ഉം. അപ്പം അത്തരം കാര്യങ്ങൾ ചെയ്യാതെ അവരെ എങ്ങനെ നല്ല രീതിയിൽ ജെന്റിലായി കാര്യം പറഞ്ഞ് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഒരു ഇതുണ്ട്, ട്രീറ്റ് ദം ലൈക്ക് എ മോൺസ്റ്റർ ആൻഡ് ദേ വിൽ ബി എ മോൺസ്റ്റർ. അപ്പോ ഏറ്റവും ഫസ്റ്റ് ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ലേബൽ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. അവരൊരു മോൺസ്റ്റർ ആയിട്ട് കാണാണ്ടിരിക്കുക എന്നുള്ളതാണ്. അവരങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സൊസൈറ്റിക്കും വലിയൊരു പങ്കുണ്ട്, പാരന്റ്സിനും വലിയൊരു പങ്കുണ്ട്. അപ്പൊ ഒരു മോൺസ്റ്റർ ആയിട്ട് അങ്ങനെ ഒന്നും അവരെ കാണാൻ പാടില്ല. പിന്നെ ഏഹ്, ഏഹ്, അവർക്ക് അക്കൗണ്ടബിലിറ്റി എടുക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക. അതായത് അവരാരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പുറത്തിരിക്കുന്ന ആള് എന്താണ് ഫീൽ ചെയ്യണത്, എന്തിലൂടെയാണ് കടന്നു പോയത്, എങ്ങനെയാണ് ഈ ഇവൻ അവരുടെ ലൈഫിൽ ഇമ്പാക്ട് ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു സ്പേസ് ഒരുക്കി കൊടുക്കുക. രണ്ടാമത് റെസ്പോൺസിബിലിറ്റി. ഇപ്പൊ ഉം. ഞാനിത് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് പറയണതാണ്, യു ഷുഡ് ഫിക്സ് ദാറ്റ്, യു ഷുഡ് മേക്ക് ഇറ്റ് റൈറ്റ്. ഉം. റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം. മൂന്നാമത് അവരുടെ ലൈഫിൽ, ഈ കുട്ടികളുടെ ലൈഫിൽ ചിലപ്പോൾ ഏതെങ്കിലും പോയിന്റിൽ അവർ ആ കണക്ഷൻ വിട്ടുപോയ കുറെ കാര്യങ്ങളുണ്ടാവും, ഇമോഷണലി, ഉം. മെന്റലി, ഉം. എന്താണ്, സോഷ്യലി. ഉം. അതിനെയൊക്കെ ആയിട്ട് റീകണക്ട് ചെയ്യാൻ പാരന്റ്സ് സഹായിക്കാം. അതിന് ഏറ്റവും നല്ലൊരു തെറാപ്പിയാണ്. ഓക്കെ. തെറാപ്പി അവിടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഇപ്പൊ ഈ 3 ഫാക്ടർ
കൺസിഡർ ചെയ്യണം. പക്ഷെ നമ്മുടെ ഇവിടെ ഇപ്പൊ സൊസൈറ്റിയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ തെറാപ്പിയോട് ഇപ്പോഴും ഒരു വിമുഖതയുള്ള ആളുകളാണ് ചുറ്റുമുള്ളത്. അതായത് ഇപ്പം ഈ കുട്ടികൾ ഇനിയിപ്പോ എന്തെങ്കിലും എനിക്കൊരു തെറാപ്പി വേണമെന്ന് പറഞ്ഞ് വീട്ടിൽ പോയി പറഞ്ഞാൽ പോലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം നാട്ടുകാർ കണ്ടാൽ നിനക്ക് വട്ടാന്ന് വിചാരിക്കും. ഉം, ഉം, ഉം. ഇത്തരം സ്റ്റിഗ്മകൾ ഇപ്പോഴും ആളുകൾ വെച്ചുകൊണ്ട് നടക്കണേ, അത് എത്രത്തോളം ഡേഞ്ചറസ് ആണെന്നുള്ളത് പലപ്പോഴും മനസ്സിലാവുന്നില്ല. ഉം, ഉം. ഇത്തരം പാരന്റ്സിനോട് എങ്ങനെയാണ് അതൊന്ന് മനസ്സിലാക്കാൻ പറ്റുക? അതായത് ഇപ്പൊ ഇത്തരം കുട്ടികൾ പ്രശ്നങ്ങളിൽ ചെല്ലുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നത്തിൽ ചാടുന്നതിന് മുൻപ് നമ്മൾ റെഡ് ഫ്ലാഗ് സൈൻസ് ഒക്കെ കാണുന്ന സമയത്ത് കുട്ടികളെ തെറാപ്പിക്ക് കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് പാരന്റ്സിനെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നത്? അത് ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് മെന്റൽ ഹെൽത്ത്. മെന്റൽ ഹെൽത്ത് കാരണം ഫിസിക്കൽ സിംറ്റംസ് വരാറുണ്ട്. അപ്പോൾ ഈ എങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ലൈഫ് ലീഡ് ചെയ്യണം, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മെന്റലി ഇമോഷണലി എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് കുറച്ച് വേദനയൊക്കെ മാനേജ് ചെയ്ത് എങ്ങനെ ഈ ജീവിതമായിട്ട് പൊരുത്തപ്പെട്ട് പോകണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഇത്. അവിടെ ഇപ്പൊ നിങ്ങൾക്ക് തലവേദന വന്നു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ പനി പിടിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഫിസിക്കൽ പെയിൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് പോണത് നിങ്ങൾ ഡോക്ടറെ അടുത്താണ്. അതേമാതിരി തന്നെ ഒരു പാരസെറ്റാമോൾ കഴിക്കണത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഒരു ഡോക്ടറെ കാണുന്ന പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കാണുക എന്നുള്ളത്. അത് ഈ കുട്ടികൾ മാത്രമല്ല, എല്ലാ പാരന്റ്സും കാണേണ്ടതാണ്. എല്ലാവരും കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. കാരണം അതിന് മാത്രം ഓവർ സ്റ്റിമുലേഷനും അറിവില്ലായ്മയുമാണ് നമ്മുടെ ഈ സൊസൈറ്റിയിൽ സ്പ്രെഡ് ആവണത്. പക്ഷെ ഇപ്പൊ കുറെയൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഉണ്ട്. ആൾക്ക് ഇപ്പൊ കുറച്ചൊക്കെ അത്തരം കാര്യങ്ങൾ ചില വീടുകളിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നുള്ളൂ. ബട്ട് സ്റ്റിൽ Still ഇപ്പോഴും ഉണ്ട്. അതിനോട് പ്രശ്നം കാണിക്കുന്ന കുറെ പാരന്റ്സ് ഉണ്ട്. ഇനിയിപ്പോ നമുക്ക് പാരന്റ്സിന്റെ ഒരു ഇത് പറഞ്ഞു, അതായത് ഇപ്പൊ നമ്മളിപ്പോ കുട്ടികളുടെ ആ ഒരു ഓവർ ഡെവലപ്മെന്റിൽ അവര് ചെയ്യുന്ന മിസ്റ്റേക്സ് പോലും അവര് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അതേപോലെ കുട്ടികൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് സ്കൂളാണ്. ഉം. ഇപ്പൊ സ്കൂളുകളിൽ ഇപ്പൊ ടീച്ചേഴ്സിന്റെ ബിഹേവിയർ, അതായത് അവിടെയും ഇതേപോലെ കമ്പാരിസൺ, അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ചില കാര്യങ്ങളോടുള്ള ഇവരുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ സെൽഫ് വർത്ത്, അതുപോലെ കോൺഫിഡൻസ്, ഇതിനൊക്കെ ബിൽഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത്തരം കാര്യങ്ങളിൽ ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അതായത് ചില കാര്യങ്ങൾ ടീച്ചേഴ്സിന് അറിയുന്നുണ്ടാവും. അതായത് ഇത്രയും കുട്ടികൾ ചെയ്തുകൊണ്ട് ചില ആക്ടിവിറ്റീസ് അവർ നോട്ടീസ് ചെയ്യുന്നത് ചിലപ്പോൾ അവരത് പറയണമെന്നില്ല. അപ്പം അത്തരം സമയങ്ങളിൽ ടീച്ചേഴ്സ് എങ്ങനെ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അതിനോട് പ്രതികരിക്കണം? അതായത് ഇപ്പൊ കുട്ടീന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ ക്ലാസ്സിൽ എല്ലാവരും മുന്നിൽ വെച്ച് അത് പറയുന്നതോ, ആ കുട്ടിക്ക് കറക്റ്റായിട്ട് തെറാപ്പി കിട്ടണം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ. അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ടീച്ചേഴ്സ് ബിഹേവ് ചെയ്യേണ്ടത്? ടീച്ചേഴ്സ് ആദ്യം മനസ്സിലാക്കേണ്ടത് പാരന്റ്സ് അല്ല കുട്ടികളെ വളർത്തുന്നത്, ഒരു സൊസൈറ്റിയാണ് കുട്ടികളെ വളർത്തുന്നത് എന്നുള്ളതാണ്. ഈ പാരന്റ്സ് ഒരു പ്രായം വരെ അവർ കെയർ ഗിവേഴ്സ് ആണ്. അവരെന്തായാലും കുട്ടികളെ ഇങ്ങനെ 2-3 വയസ്സ് വരെയൊക്കെ അടുത്തായിരിക്കും കുട്ടികൾ. പിന്നെ നമ്മൾ ആ കുട്ടീന്റെ ലൈഫ് നോക്കണമെങ്കിൽ പിന്നീട് ടീച്ചേഴ്സ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു സൊസൈറ്റിയാണ് കുട്ടികളെ വളർത്തുന്നത് എന്നുള്ളതാണ്, പാരന്റ്സ് മാത്രമല്ല. പാരന്റ്സ് കുട്ടികളെ ഒരു പ്രായം വരെ എപ്പോഴും അടുത്തായിരിക്കും. പിന്നീട് അങ്ങോട്ടേക്ക് ഒരു ഏജ് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുട്ടികൾ പാരന്റ്സിൽ നിന്ന് പിന്നെ ഡിസ്റ്റൻസ് ആണ് വരുന്നത്. പ്രീ സ്കൂള്, പിന്നെ സ്കൂള്, പിന്നെ കോളേജ്, അവരങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഒരു കുട്ടീനെ വളർത്തുന്നത് പാരന്റിന്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആദ്യത്തെ ഇനീഷ്യൽ ഇയേഴ്സിൽ ഭയങ്കര വലിയ റോളാണ്. പിന്നീട് അങ്ങോട്ട് അവരുടെ റോളിന്റെ ഇത് കുറഞ്ഞു വരുന്നതാണ്. ബാക്കി എല്ലാവർക്കും ഒരേപോലെ ഇൻഫ്ലുവൻസ് ഉണ്ട്. ടീച്ചേഴ്സിന്, എന്തൊരു കുട്ടീനെ ഡ്രോപ്പ് ചെയ്യണ ഓട്ടോ ഡ്രൈവറിനും ടെമ്പോ ബസ് ഓടിക്കുന്ന ഡ്രൈവറിനും എല്ലാവർക്കും ഒരേപോലെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് അവിടെ. അപ്പോൾ ടീച്ചേഴ്സ് മനസ്സിലാക്കേണ്ടത് ഈ കുട്ടികളെ സ്വന്തം കുട്ടീനെ മാതിരി കണ്ട് തന്നെ എല്ലാവരെയും ഒരേപോലെ കാണാതെ ഓരോ കുട്ടിക്കും ഓരോ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ പാരന്റ് ഇപ്പൊ സെക്കൻഡ് ചൈൽഡിന് കൊടുക്കുന്ന കെയർ ആയിരിക്കരുത് തേർഡ് ചൈൽഡിന് കൊടുക്കേണ്ടത്, ഫസ്റ്റ് ചൈൽഡിന് കൊടുക്കേണ്ടത് അവരത് സെക്കൻഡ്. ഓരോ കുട്ടികൾക്കും ഓരോ തരം പാരന്റിങ് ആണ്. അതേമാതിരി തന്നെ ഓരോ കുട്ടികൾക്കും ഓരോ തരം ടീച്ചിങ് സ്റ്റൈലായിരിക്കും വർക്ക് ആവണത്. അപ്പോ ഐ തിങ്ക് ടീച്ചേഴ്സ് ഷുഡ് മേ ബി ടേക്ക് സൈക്കോളജി ക്ലാസ്സസ് ആസ് വെൽ ഫോർ സം റീസൺ. കാരണം എങ്ങനെയാണ് അവരുടെ മൈൻഡ് വർക്ക് ആവണത് എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതെ, നമുക്കിപ്പോ നോക്കുകയാണെങ്കിൽ ചില കുട്ടികളൊക്കെ പറയുന്നത് കേട്ടത്, അതായത് ഇന്ന ടീച്ചർ എന്നെ ആ സമയത്ത് എന്നോട് ഈ രീതിയിൽ സംസാരിച്ചത് കൊണ്ടാണ് എനിക്ക് ആ ഒരു വഴിയിലേക്ക് പോവാതിരിക്കാൻ പറ്റുക. അങ്ങനെ കുറെ ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ട്.
അതേസമയം ചില സമയത്ത് ടീച്ചേഴ്സിന് ഒരു പേടിയുണ്ട്. അതായത് ഇപ്പൊ അവരെന്തെങ്കിലും ഒരു കാര്യം, അതായത് ഈ കുട്ടികൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് പോയിന്റ് ഔട്ട് ചെയ്ത് കാണിച്ച് ചിലപ്പോൾ പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് ഇവർക്ക് ചീത്ത കേൾക്കാം എന്നുള്ള ഒരു ഇത് വരുന്നുണ്ട്. ഉം. അത്തരം സിറ്റുവേഷൻസിനെ നമുക്ക് എങ്ങനെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും? അതായത് ഇപ്പൊ പാരന്റ്സിന്റെ സൈഡിൽ നിന്നാണെങ്കിലും ടീച്ചേഴ്സിന്റെ സൈഡിൽ നിന്നാണെങ്കിലും അത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്ങനെ വേണം ഡീൽ ചെയ്യാൻ? ഉം. അതായത് കുട്ടികള് എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പെടുന്നു, അതായത് ഇപ്പൊ എന്തെങ്കിലും ഇപ്പോൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു, ഇന്ന കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് കണ്ടെത്തുകയാണ്. ഉം. ഇപ്പൊ ടീച്ചേഴ്സ് അങ്ങനെ കണ്ടെത്തുന്ന സമയത്ത് അവർക്കിത് ആ കുട്ടിയുടെ പാരന്റ്സിനോട് പറയാൻ പേടിയാണ് ഉം. പലയിടത്തും. നമ്മളിപ്പോ പല പല സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം എടുത്ത് പറയുന്ന ആൾക്കാണ് ചീത്ത കേൾക്കുന്നത്, ഉം. ഉം. ചെയ്ത കുട്ടിക്കല്ല. നിങ്ങളത് നോക്കാത്തോണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്. ഉം. ഇപ്പൊ രണ്ട് സൈഡിൽ നിന്ന് ആ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടതും ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലേ? ഉം. അപ്പൊ അത്തരം ഇഷ്യൂസ് വരും, പാരന്റ്സും ടീച്ചേഴ്സ് എങ്ങനെ വേണം അതിനെ ഹാൻഡിൽ ചെയ്യാൻ? രണ്ടുപേരും ഒരുമിച്ച് തന്നെ വേണം അത് ഹാൻഡിൽ ചെയ്യാൻ. ഇപ്പോൾ ഈ ടീച്ചേഴ്സിനെയും സ്കൂളിനെയും അതിന്റെ ചുറ്റുപാടുള്ള ആ കുട്ടീന്റെ വേണ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ ഇൻവോൾവ് ചെയ്ത് ഒരു ഒരു അപ്രോച്ചാണ് അവിടെ എടുക്കേണ്ടത്. ഇപ്പൊ ടീച്ചേഴ്സിനും പാരന്റ്സിനും മാത്രം അറിയണ ഒരു പ്രശ്നമാണെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ കമ്പൈൻ ചെയ്ത് ഒരു ഇതിൽ നിന്ന് എങ്ങനെ, ഇപ്പൊ ഡ്രഗ്സ് പോലത്തെ ഇഷ്യൂ ആണെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ ആ കുട്ടീനെ നമുക്ക് പുറത്തോട്ട് കൊണ്ടുവരാമെന്ന് ഒരുമിച്ചൊരു പ്ലാൻ എടുത്ത് വരെയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് അവിടെ ടീച്ചേഴ്സിനെ മാത്രം ബ്ലെയിം ചെയ്യാൻ എങ്ങനെ പറ്റും? ഉം. ബാക്കി സമയം കുട്ടി പാരന്റ്സിന്റെ കൂടെ അല്ലേ. അതെ. അതേമാതിരി പാരന്റ്സിനെ മാത്രം നമുക്ക് ബ്ലെയിം ചെയ്യാനും പറ്റൂല. പാരന്റ്സിന് വലിയൊരു റോൾ ഉണ്ട് അവിടെ. അപ്പോ അത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ കുട്ടിക്കും ഓരോ രീതിയിൽ വേണം നമുക്ക് അത് എങ്ങനെയാണ് വളർന്നു വന്നത്, അതിന്റെ ജീവിത രീതി എന്തായിരുന്നു, അതിനെങ്ങനെയാണ് പാരന്റ്സ് കെയർ ചെയ്തത്, അതിന്റെ ചുറ്റുപാടും എങ്ങനെയാണ്, എന്താണ് അതിന്റെ എൻവയോൺമെന്റ്, ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കി അതിനെ ഒരു പ്രോപ്പർ സൈക്കോളജിസ്റ്റിന്റെ അടുത്തൊക്കെ കൊണ്ടുപോയി അതിനെ പുതിയ രീതിയിൽ അതിന്റെ എൻവയോൺമെന്റ് മോഡിഫൈ ചെയ്ത് ഇങ്ങനത്തെ ഇൻഫ്ലുവൻസസ് ഒക്കെ കുറച്ച് കൊണ്ടുവന്ന് നല്ല ഗൈഡൻസിൽ വേണം ആ കുട്ടീനെ പിന്നെ വളർത്തി കൊണ്ടുവരാൻ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് മാതിരി അക്കൗണ്ടബിലിറ്റി, റെസ്പോൺസിബിലിറ്റി, അതേമാതിരി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് ഇമോഷണൽ ഇന്റലിജൻസ്, ഇമോഷണൽ കറക്ഷൻ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് വേണം പിന്നെ കുട്ടീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. അത്തരം സിറ്റുവേഷൻസിൽ ടീച്ചേഴ്സും പാരന്റ്സും അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടബിലിറ്റി എടുക്കേണ്ടതും അത്യാവശ്യമല്ലേ? ആണ് രണ്ടുപേരും. അപ്പോഴല്ലേ കുട്ടികൾക്കും അതിൽ നിന്നൊരു അതെ. ഇൻഫ്ലുവൻസ്, നല്ലൊരു ഇൻഫ്ലുവൻസ് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഇപ്പൊ പ്രശ്നം പലപ്പോഴും വരുന്നൊരു കാര്യമാണ്, ഇപ്പൊ നമ്മൾ പലപ്പോഴും പറയുമല്ലോ സിനിമകള് കുട്ടികളെ ഒന്നും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല, ആരും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല, അതൊരു എന്റർടൈൻമെന്റ് പേർപ്പസിൽ മാത്രം എടുത്താൽ മതി എന്ന് പറയും. ഇപ്പൊ കുട്ടികൾ കാണുന്ന ചില സിനിമകളുണ്ട്, ഇപ്പൊ ആൽഫ മെയിൽ, അപ്പൊ ആ ഒരു ഡോമിനൻസ് ഇഷ്ടപ്പെടുന്ന കുറെ കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ 18+ ഗെയിംസ് ഉണ്ട്. ഇത്തരം അങ്ങനെ കുട്ടികൾ അതിലേക്ക് പോയിട്ടും പതിയെ നേരത്തെ പറഞ്ഞ പോലെ ഫാന്റസി മാറി അതിന് യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ കുറച്ച് റെഗുലേഷൻ വരേണ്ടത് ആവശ്യമല്ലേ? അതായത് ഇപ്പൊ കുട്ടികളെ കൊണ്ടുപോകുന്നതാണെങ്കിലും ഇപ്പൊ കുട്ടികൾ ഇന്ന സിനിമകൾ കണ്ട് ഇന്ന കാര്യങ്ങൾ പറയുമ്പോൾ അതിനോട് പാരന്റ്സിന്റെ റെസ്പോൺസ് എങ്ങനെയാണ് വേണ്ടത്? അതായത് ഇപ്പൊ കുട്ടികള് ഇന്നൊരു കണ്ടന്റ് ആണ് കൺസ്യൂം ചെയ്തേക്കണത്, അപ്പൊ കൺസ്യൂം ചെയ്ത സമയത്ത് ആ കുട്ടി ഇങ്ങനെയൊക്കെ ഭയങ്കര ഹീറോയിക് ആണെന്നൊക്കെ പറഞ്ഞ് വെറുതെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാതെ അതിന്റെ ഒരു സൈഡ് എഫക്ട്സും കാര്യങ്ങളും പാരന്റ്സ് പറഞ്ഞു കൊടുക്കണ്ടേ? അത് പലപ്പോഴും നമ്മുടെ വീടുകളിൽ കാണുന്ന ഒരു കാര്യമല്ലോ. ഇപ്പൊ KGF ഡയലോഗ് പറയുമ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു കുട്ടികള്. ഇതൊക്കെ ചെയ്യുമ്പോൾ പതിയെ കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ കുട്ടികളെ ആ രീതിയിലേക്കും കൂടെ ഗൈഡ് ചെയ്യേണ്ടത് പാരന്റ്സിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ? ഈ ആൽഫ മെന്റാലിറ്റി എന്ന് പറയുമ്പോൾ അതൊരു ഒരു കോൺഫിഡൻസ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സംഭവമൊന്നുമല്ല. അതൊരു നെഗറ്റീവായിട്ട് എങ്ങനെ നമ്മുടെ ഫിയർ മാനേജ് ചെയ്യാൻ പറ്റും എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സംഭവം. എങ്ങനെ നമ്മൾ ഡോമിനേറ്റ് ചെയ്യാം, എങ്ങനെ നമുക്ക് സ്ത്രീകളെ നമ്മൾ നിയന്ത്രിക്കണം, നമ്മൾ ഒരിക്കലും വീക്ക് ആവാൻ പാടില്ല, നമ്മൾ ഫീലിങ്സ് പുറത്ത് കാണിക്കാൻ പാടില്ല, ഇങ്ങനത്തെ കുറെ പൊട്ടത്തരങ്ങളാണ് എൻ്റെ അഭിപ്രായത്തിൽ അത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇത് ഓൾറെഡി ഇൻസെക്യൂർ ആയിരിക്കണം ഈ കുട്ടികളെല്ലാവരും ഇതിൽ അട്രാക്റ്റഡ് ആവും. കാരണം അവർക്കൊരു പ്രത്യേക ഈ ക്യാരക്ടേഴ്സിനെയൊക്കെ നോക്കുമ്പോൾ ഭയങ്കര പവർ, ഭയങ്കര ഡോമിനേറ്റിംഗ്, ഭയങ്കര ഈഗോ ഒക്കെ ഉള്ള ഒരു ഗ്രൂപ്പായിട്ട് അവർക്ക് തോന്നും. ഇപ്പൊ ഭയങ്കര വൈറലായിരുന്നല്ലോ ഒരു മൂവി ദുരന്തറിലെ അക്ഷയ് ഖന്ന. എല്ലാവരും ആ ഒരു ഓറയില് ആ ഒരു ചേസ് ചെയ്യണ്ട, ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യണ്ട, വെറുതെ ഇങ്ങനെ നിന്നാ മതി. ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വരുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അട്രാക്റ്റഡ് ആവും. അപ്പൊ അതില് ഓട്ടോമാറ്റിക്കലി
ഏഹ്, എല്ലാവരും അവിടെ വീണ് പോകും. അതൊരു ശരിക്കും അതൊരു വലിയ പ്രശ്നം ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അത് ഇപ്പൊ ആ സിനിമയെ കുറിച്ച് പറഞ്ഞപ്പം വലിയ നെഗറ്റീവ് ക്യാരക്ടറാണ്. ഉം, ഉം, പുള്ളി ചെയ്യുന്നത് മുഴുവൻ എഗെയിൻസ്റ്റ്, പക്ഷെ അതിൽ ഹീറോ ആയിട്ടുള്ള ക്യാരക്ടറിനൊന്നും ആരും നോക്കിയത് പോലുമില്ല. ഇല്ല. ഇതുപോലെ ഈ അക്ഷയ് ഖന്നയുടെ ചെയ്ത ആ ഒരു ക്യാരക്ടറിലായിരുന്നു ഹീറോയിഫിക്കേഷൻ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പോയിന്റിലേക്കാണ് പോകുന്നത്. ഇപ്പൊ അതുപോലെ തന്നെ നമ്മളിപ്പം ഈ 18+ ഗെയിംസ് വരുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ കുറച്ച് റെഗുലേഷൻസ് ശരിക്കും ഗവൺമെന്റ് സൈഡിൽ നിന്നും കുറച്ച് വരേണ്ടത് ഇപ്പൊ അത്യാവശ്യമല്ലേ? ഉം, ഉം, അതായത് ഈ കുട്ടികൾ ഇത്തരം ഇതിൽ പെടുന്നുണ്ട്. ഉം. ഇപ്പൊ പല പല ടെക്നോളജി ഉണ്ടായിട്ടും നമ്മൾ അങ്ങനത്തെ റെഗുലേഷൻസ് ഒന്നും വരുന്നില്ല. അതിപ്പോ മിക്ക കാര്യങ്ങളിലും റെഗുലേഷൻ വരണില്ല. പിന്നെ ഗവൺമെന്റിന്റെ കാര്യത്തിൽ ഞാൻ അധികം സംസാരിക്കണില്ല. അതെ അതെ. ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞൊരു കാര്യത്തില് ഇങ്ങനെ ഇപ്പൊ കുട്ടികൾ പറഞ്ഞല്ലോ, ഉം. നമ്മള് ഈ ആൽഫ മെന്റാലിറ്റി, ഉം. അങ്ങനെ അതിന്റെ പിന്നാലെ പോണ കുട്ടികൾ പിന്നീട് അവരുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റിജക്ഷൻ താങ്ങൂല, ഇല്ല. വേദന എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല, എങ്ങനെയാണ് അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് എങ്ങനെ ബിൽഡ് ചെയ്യണം എന്നറിയാത്ത കുറെ ആൽഫ മെന്റാലിറ്റി ഉള്ള ഇൻസെക്യൂർ ആയിട്ടുള്ള കുറെ പുരുഷന്മാരെയാണ് ഇങ്ങനത്തെ വീഡിയോസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് അപ്പോ നമുക്ക് ഇത്തരം കാര്യങ്ങൾ കുട്ടികൾക്ക് തീരെ ഈ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ബേസിക്കലി ഇപ്പൊ കരയണം എന്നുണ്ടെങ്കിൽ കരയാൻ മടി, അങ്ങനത്തെ വീക്ക് ആണെന്നുള്ളത് പറയാനുള്ള മടി. ഇത്തരം കാര്യങ്ങൾ കുട്ടികൾ കുറച്ചും കൂടെ ഇമോഷണലി സ്റ്റേബിൾ ആവാത്തതും ഇതിനൊരു റീസൺ അല്ലേ? ഉം. അതായത് ഇപ്പൊ നമ്മൾ പണ്ടൊക്കെ പറയുന്ന പോലെ ഇപ്പൊ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ആൺകുട്ടികളിൽ ഇതൊരു ഭയങ്കരമായിട്ട് ഇഷ്യൂ ആയിട്ട് കാണുന്നുണ്ട്. അതായത് ആൺകുട്ടികൾ കരയാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അവർക്ക് എന്തെങ്കിലും കാര്യം സങ്കടം ഉണ്ടെങ്കിൽ അവര് അത് എക്സ്പ്രസ് ചെയ്യുന്ന ആങ്കർ ആയിട്ടാണ്. ഉം. ഇത്തരം കാര്യങ്ങളും അവര് കുറച്ചും കൂടെ മാറ്റിയെടുത്താലല്ലേ കുട്ടികളിൽ ആ ഒരു ഇമോഷണൽ ഒരു എമ്പത്തിയും കാര്യങ്ങളൊക്കെ പതിയെ ബിൽഡായി വരുള്ളൂ. ഉം, ഉം. അപ്പൊ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പാരന്റ്സിന് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗൈഡൻസ് എന്താ? അതായത് അവരിങ്ങനെ കുട്ടികളെ, അതായത് കുട്ടികളോട് കരയരുത് എന്നൊക്കെ പറയുന്നത് ശരിക്കും ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് പാരന്റ്സിന്റെ സൈഡിൽ നിന്ന്. ഉം. അപ്പൊ അത്തരം കാര്യങ്ങളെ നമുക്ക് എങ്ങനെ ചേഞ്ച്, അതായത് പാരന്റ്സ് എന്തൊക്കെ കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ ചെയ്യണം, ഉം. അതായത് കുട്ടികളെ ഇമോഷണലി കുറച്ചും കൂടി സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഇമോഷണൽ ഇന്റലിജൻസ് ബിൽഡ് ചെയ്യുന്ന ബിൽഡ് ചെയ്യാൻ രീതിയിൽ. വേണ്ടി ആദ്യം പാരന്റ്സ് ഇമോഷണൽ ഇന്റലിജൻസ് എന്താണെന്ന് പഠിക്കണം. അതാണ് ഈ ഇന്നെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാവരുടെ ഫീലിങ്സിനും വേർഡ്സ് ഉണ്ട്, വൊക്കാബുലറി ഒക്കെ മാറി, അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പാരന്റ്സ് വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ബിലീഫും കാര്യങ്ങളിലൊക്കെയാണ് ഇപ്പോഴും ഉൾക്കൊണ്ട് ജീവിക്കുന്നത്. അതൊക്കെ മാറ്റി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ തന്നെ പഠിക്കാൻ നോക്കണം, അവർ തന്നെ അറിയാൻ നോക്കണം. എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ്? പുരുഷന്മാർ കരഞ്ഞാൽ എന്താണ്, എന്താണ് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്താൽ എന്താണ് പ്രശ്നം, വേദന എക്സ്പ്രസ് ചെയ്താൽ എന്താണ് പ്രശ്നം, എല്ലാ ഭാരവും ഒരാൾ എന്തിനാണ് കൊണ്ട് നടക്കുന്നത്. പിന്നെ അതേമാതിരി പെൺകുട്ടികൾ വീടിനകത്തിരിക്കാനുള്ളവരല്ല, പുറത്തു പോകാനുള്ളവരാണ്. അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും ആദ്യം പാരന്റ്സ് പഠിക്കണം. അന്ന് പാരന്റ്സ്, ഈ പഠിക്കാത്ത പാരന്റ്സ് എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കാൻ പോണത്? അവർക്ക് അറിയണതല്ലേ അവർ ചെയ്യുള്ളൂ. അപ്പൊ ഇതിനു മുമ്പ് പറഞ്ഞല്ലോ എന്തുകൊണ്ട് പാരന്റ്സിന് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണില്ല പല കാര്യങ്ങളും. കാരണം അവരുടെ അടുത്ത് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല, അവർക്ക് അറിയില്ല ഇതിനെ പറ്റിയിട്ട്. അതുകൊണ്ടാണ്. അപ്പൊ ഏറ്റവും ഫസ്റ്റ് പാരന്റ്സ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞാൽ അവര് പിന്നെ പഠിക്കേണ്ടത് ഹൗ ടു സ്റ്റോപ്പ് പാരന്റിങ് എന്നുള്ളതാണ്. ഒരു ഒരു ഏജ് കഴിഞ്ഞാൽ അവരവരുടെ റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസും ഒക്കെ ഭംഗിയായിട്ട് ചെയ്ത് എന്നുണ്ടെങ്കിൽ പിന്നെ അവർ പഠിക്കേണ്ടത് ഹൗ ടു സ്റ്റോപ്പ് പാരന്റിങ് എന്നുള്ളതാണ്. പിന്നെ പാരന്റ് ആവരുത്. അവർ ഇൻഡിവിജ്വലാണ്, അഡൾട്ടാണ്, ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവർക്ക് അവരുടെ കാര്യം നോക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇത്ര കോൺഫിഡൻസ് ഇല്ലേ അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളത്? അപ്പോൾ പിന്നെ പാരന്റ് സെപ്പറേറ്റ് ആവണം. അതാണ് എൻ്റെ അത് എനിക്ക് തോന്നുന്നു ഒരുവിധം ഇന്ത്യൻ സൊസൈറ്റിയിലത്തെ ഒരു സിനേറിയോ എടുത്തു നോക്കുകയാണെങ്കിൽ ഈവൻ ഒരു 50 വയസ്സായാൽ പോലും ആ ഒരു മക്കളെ അവര് അപ്പോഴും മക്കളായിട്ടാണ് കാണുന്നത്. എങ്ങോട്ട് പോകുമ്പോഴും നീ എന്തിനിപ്പോ അങ്ങോട്ട് പോയി, എന്തിനാ നീ ഇങ്ങോട്ട് വന്നേ, ഇതിനുള്ള ഒരു ആൻസർ കൊടുത്തോണ്ടിരിക്കണം എന്ന് ഭയങ്കര നിർബന്ധമാണ്. ആ ഒരു നിർബന്ധ ബുദ്ധി മാറിയ തന്നെ പകുതി പ്രശ്നങ്ങൾ സോൾവ് ആവും അപ്പൊ തോന്നുന്നു. ഏറ്റവും ഫസ്റ്റ് ഇവിടെ പഠിക്കേണ്ടത് പാരന്റ്സ് പഠിക്കണം എന്താണ് പാരന്റിങ് എന്നുള്ളത്, എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്നുള്ള പഠിക്കണം. പിന്നെ പാരന്റ്സിനെ നമുക്ക് റെസ്പെക്ട് ചെയ്യാം.
പക്ഷെ അവരുടെ എല്ലാ ഉപദേശവും ചിലപ്പോൾ നല്ലതായിരിക്കണമെന്നില്ല. നല്ലതുണ്ട്. അതെ. പക്ഷെ ചിലതൊക്കെ സംടൈംസ് യു മേക്ക് ദ ബെറ്റർ ഡിസിഷൻ. അതുകൊണ്ട്. അതുണ്ട്. അത് ആ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. പല വീടുകളിലും ഈ കുട്ടികള് ഇപ്പോ പാരന്റ്സ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം തെറ്റാണെന്നുണ്ടെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിക്കുമ്പോ ഉം. കേൾക്കുന്നൊരു "നീ തർക്കുത്തരം എന്റെ ഉം, അടുത്ത് ഉം, പറയാൻ ഉം, ഉം, നിൽക്കരുത്." ഉം. അതായത് അപ്പൊ കുട്ടികൾക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഞങ്ങള് കറക്റ്റായ ഒരു കാര്യമില്ല. അത് പറഞ്ഞോണ്ട് എന്താ പ്രശ്നം? ഉം. അപ്പൊ കുറെ കഴിയുമ്പോ പിന്നെ ഈ ഫ്രസ്ട്രേഷൻ മുഴുവൻ ഉള്ളിലുണ്ട്. എന്തെങ്കിലും ഒരു ദിവസം ഒരു ഗ്യാപ്പ് കിട്ടുമ്പോഴാവും ഇത് മുഴുവൻ ഉം, ഉം. പുറത്ത് പറയുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങളില് പാരന്റ്സ് കുറച്ചും കൂടെ ശ്രദ്ധ ആണ്. അത് പുലർത്തേണ്ടതുണ്ട് നമ്മൾ തോന്നുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഈ പാരന്റ്സ് കുട്ടികളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യണത് റെസിസ്റ്റൻസ് ഇല്ലാത്ത ഒബീഡിയന്റ് ആയിട്ടുള്ള അവർ പറയണ കേൾക്കണ ഏഹ്, എന്തിനും അവരുടെ കൂടെ നിൽക്കണ ഒരാളെയാണ് അവർ എക്സ്പെക്ട് ചെയ്യണം. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. കുട്ടികളും കോൺഫ്ലിക്റ്റഡ് ആവും. ഉം. അവരപ്പോ ഈ ഈ പ്രഷർ താങ്ങാൻ പറ്റാണ്ട് റിലീഫിന് വേണ്ടിയിട്ട്, പ്ലഷറിന് വേണ്ടിയിട്ടല്ല ട്ടോ. അതെ. റിലീഫിന് വേണ്ടിയിട്ടാണ് അവര് സീക്രട്ട് ആയിട്ട് വേറൊരു സെൽഫ് ഉണ്ടാക്കിയെടുക്കുന്നത്. വേറൊരു ഏഹ്, ഒരു ഐഡന്റിറ്റി അവരുണ്ടാക്കിയെടുക്കുന്നത്. സീക്രട്ട് ലൈഫ് അവർക്ക് തുടങ്ങണത് ഇതിൽ നിന്നൊക്കെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അതൊരു തെറ്റായ രീതിയിലോട്ട് പോണു എന്ന് മാത്രേ പോകുന്നു. ഉള്ളൂ. അപ്പൊ അവിടുന്ന് ആദ്യം ശരിക്കും അപ്പൊ തുടങ്ങേണ്ടത് പാരന്റ്സ് ഇവരെ കുറച്ചും കൂടെ അതായത് ഇപ്പൊ നമ്മൾ ഒരു എന്തെങ്കിലും ഒരു ആർഗ്യുമെന്റ് വെക്കുന്ന സമയത്ത് റെസ്പെക്ട്ഫുൾ ആയിട്ട് ആർഗ്യുമെന്റ്സ് വെക്കുക എന്നുള്ളതും കുട്ടികളെ പഠിപ്പിക്കേണ്ട ഒരു പഠിപ്പിക്കണം. കാര്യമാണ്. അതെ. അതായത് അവര് ചെയ്തുകൊണ്ടായിരിക്കണം കാണിച്ചു കൊടുക്കേണ്ടത്. പലപ്പോഴും ഇപ്പൊ തന്നെ നമ്മളിപ്പോ പറയുമല്ലോ കുട്ടികളെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് കണ്ടു തുടങ്ങണം. അവര് പ്രൈവസീനെ റെസ്പെക്ട് ചെയ്യണം. അവരുടെ ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ ഒരു റെസ്പെക്ട് വേണം. പക്ഷെ അത് പല വീടുകളിലും നടക്കണില്ല. അതായത് അവര് പറയണത് അങ്ങനെ ഞങ്ങൾ ഇൻഡിവിജ്വൽ ആക്കി വിട്ട് ഞങ്ങൾ പാരന്റ്സ് അല്ലേ. ഉം. പാരന്റ്സിന്റെ ഒരു ഈഗോ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അതെ. അതായത് ഞങ്ങള് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ പാരന്റ്സ് ആവില്ല. ഈ ഒരു ഫ്രെയിം വർക്ക്ന്നും പാരന്റ്സ് പുറത്തു വരേണ്ട വരണം. ടൈം അല്ലേ? അത് അവരാ രീതി പരാജയപ്പെടണത് കാരണമാണ് ഇങ്ങനത്തെ ഒരു ഇത് വരണത്. ഇങ്ങനത്തെ ഒരു ഡിസ്കഷൻ ഉം. വരണത്. ഒരു നല്ല ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് പറയണത് എല്ലാവരും അനുസരിക്കുക എന്നുള്ളതല്ല. എ ഗുഡ് ഫാമിലി ഈസ് ദ വൺ ദാറ്റ് ഡിസ്കസ് വിച്ച് ഇൻക്ലൂഡ്സ് എവ്രി വൺ ആൻഡ് ഡിസ്കസ്. അതാണ് നല്ല ഫാമിലി. ഉം. എല്ലാവരെയും ഒരേപോലെ കൊണ്ടുവന്ന് ഒരുമിച്ച് സംസാരിച്ച് ഒരു എല്ലാവരെയും ഇൻഡിവിജ്വൽ ആയിട്ട് കണ്ട് ഡിസിഷൻ എടുക്കുന്നതാണ് നല്ല ഫാമിലി. ഇങ്ങനെയൊക്കെ പാരന്റ്സ് പറയണുണ്ടെങ്കിൽ their മെത്തേഡ് ഇസ് നോട്ട് വർക്കിംഗ്. ബേസിക്കലി അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പൊ കുട്ടികൾ തന്നെ പറയാണ്. എന്നെ കുറച്ചും കൂടി ഇൻഡിവിജ്വൽ ആയിട്ട് കാണണ്ടേന്ന് അങ്ങോട്ട് ചോദിച്ചു പറയും. നീ പണ്ടത്തെ ഇപ്പോഴൊക്കെ കാണുന്ന വെസ്റ്റേൺ കൾച്ചറും കൊണ്ട് എന്റെ അടുത്തേക്ക് വരണ്ട. നമ്മളൊക്കെ ഇങ്ങനെയാണ് വളർന്നിട്ടുള്ളത്. ഇങ്ങനെ വളർന്നാലേ കാര്യമുള്ളൂ. ബേസിക്കലി പാരന്റ്സിന് ഒരു വിചാരം എന്താന്ന് വെച്ചാൽ അവര് വളർന്നതാണ് ശരി. ഇവരെല്ലാം കൊണ്ട് തികഞ്ഞിരിക്കുകയാണ്. അവര് ചെയ്യുന്നത് കുറെ മിസ്റ്റേക്സ് ഉണ്ട്. അതൊരിക്കലും അവർ അക്നോളജ് ചെയ്യുന്നില്ല എന്നുള്ളതും ഒരു വലിയ പ്രശ്നമല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരും ഒരു ടെക്നോളജി യൂസ് ചെയ്യരുത്. അന്നത്തെ മാതിരി ജീവിക്കേണ്ടി വരും. ഫോണൊന്നും ഉപയോഗിക്കരുത്. പേപ്പർ വായിക്കണം. അവരങ്ങനെയാണ് വളർന്നത്. ടൈംസ് ആർ ചേഞ്ചിങ്. എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതൊന്നും ഇനി എക്സ്ക്യൂസസ് അല്ല. അതായത് കുട്ടികൾക്ക് അത് മനസ്സിലായി തുടങ്ങി. കുട്ടികൾക്ക് മനസ്സിലായി ഇവർ പറയണതിലൊന്നും ഒരു കാര്യമില്ല. ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടും മനസ്സിലാവൂല. അപ്പൊ ഉം. പാരന്റ്സിന് ആ ഒരു ഇന്റലിജൻസ് ഇല്ലാണ്ടാവുമ്പോ നല്ല പാരന്റിങ് സ്കിൽ ഇല്ലാണ്ടാവുമ്പോ നല്ല ലിസണിങ് സ്കിൽ ഇല്ലാണ്ടാവുമ്പോ അവര് പുറത്തോട്ട് പോകും. അവര് പുറത്ത് വാലിഡേഷൻ തേടി പോവും. പല ആൾക്കാരെ മീറ്റ് ചെയ്യും. റോങ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസസ് വരും. അങ്ങനെയാണ് ഉണ്ടാവണം. ഇപ്പൊ നമ്മൾക്കിപ്പോ കുട്ടികളുടെ കാര്യമാണ് നമ്മളിപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത്. ഇപ്പൊ ഒരു കുട്ടിയോട് ഇപ്പൊ അതായത് ഇപ്പൊ ഇത്തരം ഇതിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു കുട്ടിയോട് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് അങ്ങോട്ട് പോവരുത് എന്ന് പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ വേണം അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക. അതായത് നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ വേണം. അതായത് ഇപ്പൊ ഒരു കുട്ടി വീട്ടിലിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ റെഡ് ഫ്ലാഗ്സ് കാണുകയാണ് ഉം. ആ കുട്ടി ചെയ്യുന്നതായിട്ട്. അതായത് ഇതുപോലെ അനാവശ്യമായിട്ടുള്ള ദേഷ്യം കാണിക്കില്ലേ, എമ്പതി ഇല്ലായ്മ, ഇതൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ അവരോട് എങ്ങനെ വേണം അപ്രോച്ച് ചെയ്യാൻ. അതായത് ഈ ഒരു കാര്യം പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ചൂടായിട്ടോ ലഹള കൂട്ടിയത് കൊണ്ടോ ഒരിക്കലും ഒരു കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ഉം. അവിടെ നമ്മൾ കുറച്ചും കൂടെ ജെന്റിൽ ആവണല്ലോ. ജെന്റിൽ ആയിട്ട് ഇത് പറഞ്ഞു കൊടുക്കുക എങ്ങനെ വേണം തുടങ്ങാൻ. ആദ്യം ആ നമ്മള് അവൻ തെറ്റുകാരനാണ് അല്ലെങ്കിൽ അവള് തെറ്റുകാരനാണ് എന്ന് കാണുന്നതിന് മുമ്പ് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കണം. എന്താണ് അതിന്റെ ലൈഫിൽ നടക്കണത്? എന്തുകൊണ്ടാണ് ആ കുട്ടി ആ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മൈൻഡ് സെറ്റ് ആദ്യം വേണം. ഒരു ക്യൂരിയോസിറ്റി പാരന്റ്സിനും വേണം. എങ്ങനെയാണ് ഇവൻ ഇതിലോട്ട് എത്തിയത്? എന്താണ് ഉണ്ടായത്? എന്തായിരിക്കും ഇതിന് കാരണം? എന്റെ ഭാഗത്ത് തെറ്റുണ്ടോ? ഉം. എന്റെ ഭാഗത്ത് പ്രശ്നമുണ്ടോ? സൊസൈറ്റി എങ്ങനെയാണ്? ഇതെല്ലാം മനസ്സിലാക്കിയെടുത്ത് ആ, അങ്ങനെ ഒരു റൂട്ടിലോട്ട് അവരുടെ മക്കള് പോണുണ്ടെങ്കിൽ, കുട്ടികൾ ഉം. പോണുണ്ടെങ്കിൽ
എന്തായാലും ഒരു ചെറിയ പങ്ക് പാരന്റ്സിന്റെ ഭാഗത്തും ഉണ്ടാവുമല്ലോ, അതെ. സൊസൈറ്റിന്റെ ഭാഗത്തും ഉണ്ടാവുമല്ലോ. അപ്പൊ സിമ്പത്തിയോട് കൂടെ തന്നെ വേണം ഈ കുട്ടികളെ നോക്കാൻ ആദ്യം. ഓക്കെ. അല്ലാണ്ട് അവരെ ഞാൻ നേരത്തെ പറഞ്ഞത് മാതിരി ഒരു മോൺസ്റ്ററിനെ മാതിരി കാണരുത്, ഒരു ചീത്ത കുട്ടിയായിട്ട് കാണരുത്. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ലോങ് അവരൊരു ഉം. മോൺസ്റ്റർ ആയിരിക്കും. കാരണം ആരും മനസ്സിലാക്കാനില്ല, സ്വന്തം പാരന്റ്സ് പോലും മനസ്സിലാക്കിയില്ല. ആ, ആ, ഉം. പിന്നീട് അവര് ഇങ്ങനെ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടാണ് ആദ്യം ഇത് കൈകാര്യം ചെയ്യണത് എന്നുണ്ടെങ്കിൽ കുട്ടികൾ പിന്നീട് ഇത് ഒളിപ്പിക്കാനേ നോക്കുള്ളൂ, നിർത്താനല്ല നോക്കുക. അതെ. പിന്നെ അത് ആ പാരന്റ്സ് പിടിക്കപ്പെടാണ്ട് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും എന്നതായിരിക്കും അവർ നോക്കുക. അല്ലാണ്ട് അവർക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കണം ഇതെങ്ങനെയാണ് മറ്റൊരാളുടെ ലൈഫിനെ അഫക്ട് ചെയ്യണം, ഉം. എങ്ങനെയാണ് ഇത് ഏഹ്, ഏഹ്, ഒരു വലിയൊരു ഡാമേജിലോട്ട് എത്തിച്ചേർന്നത്. എല്ലാ കോൺസിക്വൻസസും റെസ്പോൺസിബിലിറ്റിയും ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കണം. ഇമോഷണൽ ഇന്റലിജൻസ് പഠിപ്പിച്ചു കൊടുക്കണം. അതാണ് അവിടെ നടക്കേണ്ടത്. ഇനിയിപ്പോ നമ്മളിപ്പോ ഒരു കുട്ടി ഈ ഒരു കേസിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രൈമിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ ആ ഒരു കുട്ടിക്ക് കിട്ടേണ്ടത് ശിക്ഷയാണോ അതോ പ്രോപ്പറായിട്ട് റീഹാബിലിറ്റേഷൻ? രണ്ടും ഒരു ഇതാണ്, ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ശിക്ഷ മാത്രം കൊടുക്കണമെങ്കിൽ ഐഡന്റിറ്റി ഭയങ്കര റിജിഡായി മാറും. അതായത് അവര് പിന്നീട് ഇതാണ് ഞാൻ എന്നുള്ള ഒരു ഐഡന്റിറ്റിയിലോട്ട് എത്തിച്ചേരും. എന്നാ ഒരു തെറപ്പി അങ്ങനെ എന്തെങ്കിലും മാത്രം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ടബിലിറ്റി എടുക്കാത്ത ഒരു, അല്ലെങ്കിൽ ചെയ്ത തെറ്റ് മനസ്സിലാക്കാത്ത ഒരു വ്യക്തിയായി മാറും. അപ്പൊ രണ്ടും ഒരുമിച്ച് കൊടുക്കേണ്ടതാണ്. ഓക്കെ. അവര് ചെയ്ത തെറ്റിന്റെ കോൺസിക്വൻസസ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതേമാതിരി തന്നെ തെറപ്പി ഇപ്പുറത്തെ സൈഡിൽ വേണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നഷ്ടപ്പെട്ടു, അതായത് കണക്ഷൻ നഷ്ടപ്പെട്ടു പോയ പല പല ഭാഗങ്ങളുണ്ടാവും ലൈഫിൽ. അതിനെയൊക്കെ ആയിട്ട് വീണ്ടും റീകണക്ട് ചെയ്യാനും അതിനൊക്കെ തെറപ്പി നന്നായിട്ട് സഹായിക്കും. കോൺസിക്വൻസസും വേണം, അതിന്റെ കൂടെ തെറപ്പിയും, രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടത്. ആക്ച്വലി ഇത് ഭയങ്കര ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിട്ടാണ് എനിക്കിപ്പോ തോന്നുന്നത്. പാരന്റ്സിന്റെ സൈഡൊന്നും അതുപോലെ തന്നെ അവർ ചുറ്റുമുള്ള കുട്ടികളുടെ ചുറ്റുമുള്ള ആളുകളും കുട്ടികളെ കുറച്ചും കൂടെ ഒരു നല്ല രീതിയിൽ കാണാൻ തുടങ്ങണമെന്നും അതുപോലെ തന്നെ അവരെ കുറച്ചും കൂടെ എമ്പത്തിയോടെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ പഠിപ്പിക്കേണ്ടതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ഈ ഒരു ടോപ്പിക്കിൽ ഒരുപാട് നല്ല പോയിന്റ്സും അതുപോലെ തന്നെ കുറേ ടിപ്സും പറഞ്ഞതിന് താങ്ക് യു സോ മച്ച്. Sure. അപ്പോൾ നമുക്ക് നിങ്ങളുടെ തോട്ട്സ് എന്താണെന്ന് അറിയാൻ ആഗ്രഹം കമന്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. സോ നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം മറ്റൊരു ഗസ്റ്റിന്റെ കൂടെ. ഇറ്റ്സ് മീ അതിര സൈനിങ് ഓഫ്.